ഇത് വേറൊരു വെറൈറ്റി ഗൗൺ ആണ് കണ്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്സുകളാണ്. ഓ കോൺട്രാസ്റ്റ് ആയിട്ട് ബനാറസിൽ തന്നെ വരുന്ന റോമൻ സിൽക്കിൽ വരുന്നത്. കളർ അടിപൊളിയാണ്. കോട്ടണിൽ തന്നെ പാർട്ടി വെയറില് ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ പ്യുവർ ആയിട്ടുള്ളതാണ്, ഇമ്പോർട്ടഡ് ആണ്. നോർമലി നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ള കോട്ടൺ അല്ല. ഒരു ഓവർകോട്ട് ടൈപ്പ് വരുന്നത് അറ്റാച്ച്ഡ് ആണ് അല്ലേ. ഫുൾ വീവിംഗ് ആണ് കേട്ടോ അത് വരുന്നത് ബനാറസിയില്. ശരിക്കുള്ള കൊറിയൻ പ്യുവർ ഓർഗൻസിൽ ഫുൾ ഡിജിറ്റൽ വർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇപ്പൊ ദുപ്പട്ട വേണമെന്ന് വെച്ചാൽ ദുപ്പട്ട. നമ്മള് ഭംഗിയായതുകൊണ്ടാണ് ഡ്രസ്സ് ഭംഗിയായതുകൊണ്ടാണ് നമ്മൾ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത്. ഞാൻ ഇട്ടിരിക്കുന്നത് കോട്ട് സെറ്റ് ആണ് കേട്ടോ, പാർട്ടി വെയർ കളക്ഷൻസ്. ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? അനീറ. അപ്പോൾ ഇത് എവിടെയാ ശരിക്കുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോപാല പ്രഭു റോഡിലാണ്. അപ്പോൾ വരാള വഴി എന്ന് പറയുമ്പോൾ ആ കാണുന്ന സൈഡ് എന്ന് പറയുമ്പോൾ MG റോഡാണ്. MG റോഡ് ത്രൂ ആയാലും നമുക്ക് ഈ ഒരു ഗോപാല പ്രഭു റോഡിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അത് കൂടാണ്ട് ബസ് വഴിക്ക് വരികയാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പാണ് അവിടെ കാണുന്നത് മീൻസ് കുറച്ചങ്ങോട്ട് പോകണം. അവിടുന്ന് മേനക ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗോപാല പ്രഭു റോഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും നമ്മൾ ഗോപാല പ്രഭു റോഡിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് അനീറ ഹോൾസെയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോൾസെയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പോലത്തെ നല്ല നല്ല വെറൈറ്റി. ഇപ്പോൾ ഞാൻ ഇട്ടത് ഒരു ത്രീ കളറായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ സിംഗിൾ ഷെയ്ഡ് വേണമെന്ന് വെച്ചാൽ അതും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ കണ്ടോ, ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷനാണ്. കോളറിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ എത്നിക് വെയർസും ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഇവിടെ വെസ്റ്റേൺ വെയറിൻ്റെ നല്ല നല്ല വെറൈറ്റീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കൊറിയൻ ഐറ്റംസും അതുപോലെ തന്നെ കോട്ട് സെറ്റ്സും ലോങ് ഗൗൺസും അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ കയറി നോക്കിയാലോ എന്താണ് വെറൈറ്റി വരും. കട മൊത്തം നിറഞ്ഞിരിക്കുകയാണല്ലോ, അടിപൊളി. ഹലോ, കട മാത്രല്ല ആളുമാകം മൊത്തത്തിലങ്ങോട്ട് മാറി. എന്തായാലും മൈക്കൊന്ന് സെറ്റ് ചെയ്യട്ടോ കേട്ടോ. മൈക്ക് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സിമ്പിളായിട്ട് പേടിച്ച് ഇങ്ങനെ ഒരു കുട്ടിയായിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ അങ്ങോട്ട് വെസ്റ്റേൺ ലോഞ്ച് ചെയ്തതുകൊണ്ടാണോ? നമ്മളും ഫുൾ യോജോ സ്റ്റൈലിലേക്ക് ആയി. അപ്പൊ നമസ്കാരം. ഹായ് ഹായ്, ആസിഫ് ഇവിടുത്തെ സ്റ്റാഫ് ഓണർ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ അനീറയിൽ ഇപ്പൊ പുതിയ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന കടയൊന്നുമില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫുൾ നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു വെച്ചാൽ മൊത്തം എത്നിക് വേറെ ആ ഒരു രീതിയായിരുന്നു. അപ്പൊ ഇപ്പൊ മോഡേൺ നമ്മൾ ഇട്ടിരിക്കണതും അതെ. അപ്പൊ ഞാൻ ഇട്ടിരിക്കണതും ഇവിടുത്തെ ഇട്ടിരിക്കണതും വെസ്റ്റേൺ കളക്ഷൻ എന്ന് വെച്ചാൽ ഇതൊരു പാർട്ടി വെയറിൽ, ഇതൊരു കാഷ്വൽ ആയിട്ട് ആരുത്, പക്ഷെ പ്രീമിയം ക്വാളിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ ഇനി അനീറയിൽ ഉള്ളത്? ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ വെസ്റ്റേൺസിലാണ്. വെസ്റ്റേൺസിൽ നമ്മൾ ഗൗൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കോട്ട് സെറ്റുകൾ, പിന്നെ ഇതേപോലെ തന്നെ കാർഗോ, കൊറിയൻ പാൻസ്, ലോങ് ഷർട്ട്, അങ്ങനെ എല്ലാം വെസ്റ്റേൺ സൈഡ് എല്ലാ വെസ്റ്റേൺ വെറൈറ്റീസ്. അപ്പൊ ഒന്ന് കാണിച്ചാലോ, ഒരു പീസ് 2 പീസ് നമുക്ക് ഗൗണിൽ തുടങ്ങാം. ഓക്കെ, ഇത് ഫുൾ വെസ്റ്റേണിൽ വരുന്നത്. ഇത് ഫുൾ വെസ്റ്റേണിൽ വരുന്നത് ഗൗണാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഗൗൺ ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി. വാവ്, നല്ല അടിപൊളി കേട്ടോ. പിന്നെ വർക്കൊക്കെ ഉണ്ടോ, നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു വർക്ക്. ഇതിനിപ്പോൾ എങ്ങനെ കളേഴ്സ് ഉണ്ടാവും, എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മളിപ്പോൾ കളേഴ്സ് ഉണ്ട്, ഇതിനെല്ലാത്തിനും കളേഴ്സ് ഉണ്ട്, സൈസസും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് മേടിക്കേണ്ടത്, എത്ര പീസ് മേടിക്കേണ്ടത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് വെസ്റ്റേണിൽ നല്ല നല്ല ഗൗൺസുകളും ഉണ്ട്, കോട്ട് സെറ്റ് ഉണ്ട്, കാർഗോസ്, പാൻസ് നോക്കാം. ഇതൊക്കെയാണ് പാൻസ്, കാർഗോസ് ഉണ്ട്, ജീൻസ് ടൈപ്പ് ഉണ്ട്, കൊറിയൻസ് ഇതൊക്കെ ബെൽറ്റ് ആയിട്ടുള്ളതാണ് കൊറിയൻസ് ഒക്കെ വരുന്നത് എല്ലാതും അല്ലേ. ഓക്കെ, അപ്പൊ അതിന് പോകുന്ന അങ്ങനെ ഒരു ടെൻഷനും വേണ്ടാന്ന്. അപ്പൊ പാൻസ് ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ വെയർ കൂടാണ്ട് പിന്നെ എന്താണ് വെറൈറ്റി? വെസ്റ്റേൺസ് മാത്രമല്ല, ഇപ്പൊ നമ്മള് ടോപ്സ് ഉണ്ടോ, ഇതേപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്സുകളാണ്. ഈ ഒരു കട്ടിങ് കരീന കട്ട് എന്നാണോ ഇതിനെ പറയണത്? കരീന കട്ട് കേട്ടോ, ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള. പിന്നെ പ്രീമിയം നമുക്ക് തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒഴുകി പോവാന്ന് പറയുന്നത് മസ്ലിൻ, പ്യുവർ മസ്ലിനിൽ വരുന്ന കളക്ഷൻ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ. ഇതിന്റെ കളേഴ്സും ഉണ്ടാവും ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ കുർത്തി മാത്രമേ ഉള്ളൂ അങ്ങനെ 2 പീസ് 3 പീസ് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ലിനനിൽ വരുന്ന 3 പീസ് സെറ്റും വരുന്നുണ്ട് കേട്ടോ.
ഓ ആ അപ്പൊ വെസ്റ്റേൺ കഴിഞ്ഞു, സിംഗിൾ കുർത്തി കഴിഞ്ഞു, ഇത് കൂടാണ്ട് 3 പീസ് വേണമെന്ന് വെച്ചാൽ 3 പീസും ഉണ്ട്. അത് ലിനനിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ലിനന്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്തേ, അടിപൊളി പീസാണല്ലോ, ഫുൾ മൾട്ടി കളർ വെച്ചിട്ടുള്ള ലിനനില്, പ്യുവർ ലിനനില്. അപ്പൊ ക്വാളിറ്റി പ്രീമിയം ആയിരിക്കും, നമുക്ക് നോർമൽ കിട്ടുന്ന ആ ടൈപ്പ് അല്ല കേട്ടോ, അതിനേക്കാളും മുന്തിയ സാധനം എന്ന് പറയില്ലേ, ആ ഐറ്റം ആണ്. അതില് പാന്റും വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന, ദുപ്പട്ടയും ലിനന്റെ മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. നമ്മള് വെസ്റ്റേൺ മാത്രല്ല എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെസ്റ്റേൺസ് എടുക്കാം, എത്തനിക് എടുക്കാം, എല്ലാം ഉണ്ട്. വെസ്റ്റേൺ ആയാലും എത്നിക് ആയാലും കാഷ്വൽ ആയാലും. പാർട്ടി വെയർ മാത്രമല്ല, നമുക്ക് അല്ലാതെ സാധാ യൂസ് ചെയ്യുന്ന കോട്ടൺസും എല്ലാം ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കോട്ടന്റെയും വരുന്നുണ്ട്. ഇനി റേറ്റ് കാര്യങ്ങൾ അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ഹോൾസെയിലാണ്. ഹോൾസെയിലിൽ നമുക്ക് റേറ്റ് പറയാൻ പാടില്ല, കാരണം ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോകണവർ അവർ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വീഡിയോയിൽ റേറ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മെയിൻ പറയണത് സെയിൽ പർപ്പസ് ആണ്, അല്ലാണ്ട് പേഴ്സണൽ ആവശ്യത്തിനുള്ളതല്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം മാർജിൻ ഇടാൻ പറ്റും അത് നമ്മുടെ ചോയ്സ് ആണ്. റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ലിനൻ്റെയും വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ വെഡിങ് വെയർ ഒക്കെ കാണുന്നേക്കാളും മുന്നേ നല്ല നല്ല കളക്ഷൻസ് വെറുതെ ഒന്ന് ഓടിപ്പിച്ച് നമുക്ക് ആദ്യം കാണാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെസ്റ്റേൺ വെയർ ആണ് ഇപ്പോഴത്തെ ലോഞ്ച്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. വെസ്റ്റേൺസിൽ തുടങ്ങാം. വെസ്റ്റേൺസിൽ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ടെന്ന് പറയുന്നത്. ഷർട്ട്സിൽ തുടങ്ങാം. ഓക്കെ, ലോങ് ഷർട്ട്സിലാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണ്, ഇങ്ങനെ തൊടേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത് ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര കംഫർട്ടബിൾ ഫീലാണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ളത്. വീണ്ടും വീണ്ടും എടുത്ത് പറയാം, നോർമൽ റേഞ്ചിൽ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. വരാണെങ്കിൽ നമുക്കൊരു ബുട്ടിക് കളക്ഷൻസ് ആ ഒരു മൈൻഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി, കാരണം ആ രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഒക്കെ പ്രീമിയം സോഫ്റ്റ് പ്യുവർ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതിൽ വേറൊരു മെറ്റീരിയൽ വരുന്ന ഷർട്ട്. ഓക്കെ, ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അല്ലേ എല്ലാത്തിലും. ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആ ഒരു ക്രേപ്പ് ഫീല് നമുക്ക് തോന്നും. അതിൽ എംബ്രോയിഡറിയുടെ ഡിസൈൻ ഒക്കെ ഷർട്ടിൽ വരുന്നത് കേട്ടോ. ലോങ് ഷർട്ട്, ലോങ് മീൻസ് ഒരു 3/4 ആയിട്ട് ആ ഒരു രീതിയിൽ. കോട്ട് സെറ്റിൻ്റെയും വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒക്കെ എങ്ങനെ കളേഴ്സ് എങ്ങനെയാ വരിക നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ? ഒരു സൈസിൽ 4 കളേഴ്സ്, ഒരു സൈസിൽ 4 കളേഴ്സ്. അപ്പൊ ഒരു സൈസിൽ 4 കളർ എന്ന് പറയുമ്പോൾ മൊത്തം 4 ആണ്. ലാർജില് 4 കളർ, എക്സൽ 4 കളർ, ഡബിൾ എക്സൽ. അപ്പൊ ഈ ലാർജ് എന്ന് പറയുമ്പോൾ 4 ആ 4 ഒരുമിച്ച് എടുക്കണം നിർബന്ധമാണ്, കാരണം അത് ഹോൾസെയിലാണ് കേട്ടോ. അത് സെറ്റ് പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതെല്ലാം ഷർട്ട്സുകളാണ്. ഇപ്പൊ ഗൗൺസ് ഉണ്ടോ? ഇപ്പൊ ഗൗൺസിൽ ഈ ടൈപ്പ് ഗൗൺസ് ഉണ്ട്. ഇത് നമുക്ക് ഫുൾ വർക്ക് ആയിട്ടുള്ളതാണ്. യോക്കിലും നെക്കിലും എല്ലായിടത്തും നിറയെ വർക്ക് ആയിട്ടുള്ളതാണ്. ബാക്കൊക്കെ നോക്കിയാൽ അടിപൊളി, ഒരു സിമ്പിൾ പാർട്ടി വെയർ. ഇത് വേറൊരു വെറൈറ്റി ഗൗൺ ആണ്, കണ്ടോ. ഇത് ഷ്രഗ് ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ, ഇംഗ്ലീഷ് കളേഴ്സ് ഒക്കെ ആയിട്ട് അടിപൊളി പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, കണ്ടോ. പിന്നെ ഹാൻഡ് വർക്ക് ചെയ്താലും അതിലും പേസ്റ്റൽ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എടുത്ത് കാണിക്കുമെന്ന് ചോദിച്ചാൽ കാണിക്കോ ഇല്ല, എന്നാൽ വർക്ക് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇതിൽ വരുന്ന കളക്ഷൻസ് ആണ്. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് എല്ലാ ഹാൻഡ് വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ സെറ്റ് നമുക്കൊന്ന് എടുത്ത് കാണിച്ചാൽ, സെറ്റ് ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരുമോ എങ്ങനെയാണ് വരുന്നത്? പിന്നെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഗൗൺ ടൈപ്പ് വരുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡ് നോക്ക്, അടിപൊളി അല്ലേ. ഇതും ആ ഒരു ടൈപ്പാണ്. നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് കേട്ടോ, ഈ കാണുന്നത് നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച്. ഇതാ ഇത് അല്ലേ, ഇതിന്റെ കളർ ചേഞ്ച് ആയിരുന്നു. നേരത്തെ 1 സൈഡ് അങ്ങോട്ടായിരുന്നു വർക്ക് വരുന്നത്. ഇത് 2 ഷെയ്ഡും വരുന്നുണ്ട്, 2 സൈഡും വരുന്നുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചത് ഒരു സൈഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട്. കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് നമുക്ക് ഫീൽ തോന്നിക്കണം. നമ്മുടെ കടയിൽ കുറച്ച് ഡിഫറെൻറ്റ് യൂണിക്ക് സാധനം വേണമെന്ന് വെച്ചാൽ എന്തായാലും ഇങ്ങോട്ട് പോകുന്നു അല്ലേ. ഇതെങ്ങനെ സെറ്റ് വരുന്നതെന്ന് കാണിച്ചത്? ഒരു സൈസിൽ 4 കളർ വരും. സൈസ് സെയിം ആയിരിക്കും. ആ കളറും കൂടി വരുമ്പോൾ സെയിം തന്നെ ആയിരിക്കും. ഡബിൾ എക്സലിൽ 4 കളേഴ്സ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 എണ്ണത്തിന്റെ 4 ആയിട്ട് ഷെയ്ഡ്സ്. ഒരു സൈസിൽ തന്നെ 4 കളേഴ്സ്, അതിന്റെ വേറെ സൈസ് ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ആയിട്ട് കിട്ടും. ഒരെണ്ണം പറയുമ്പോൾ
ലാർജിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സൈസ് ഡിഫറെന്റ് ആയിരിക്കും, സെയിം കളർ. കൂടുതലും ലാർജും എക്സലും മോഡൽ മെയിൻ ആയിട്ടുള്ളൂ ടീനേജ് ആയിട്ട്. പിന്നെ കൂടുതൽ ഫ്രീ സൈസ് അങ്ങനെയൊക്കെയാണ് ഷർട്ട്സിലൊക്കെ കൂടുതൽ ഫ്രീ സൈസ് ആ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി ഇത് കൂടാണ്ട് നമ്മുടെ ഈ ടൈപ്പ് ഉള്ളത് ഇവിടെ ആയിരിക്കും. അത് കൂടാണ്ട് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന പാൻസ്, ഇതിന്റെ വെറൈറ്റികൾ കേട്ടോ. ഇതൊന്നും ഇട്ട് നിന്ന് കാണിച്ചത് ഇത് കൊറിയനിൽ വരുന്നതാണ് കേട്ടോ. കാർഗോ ടൈപ്പ്, കാർഗോ ടൈപ്പ് കൊറിയനിലും വരുന്നുണ്ട്. ഇത് ബലൂൺ ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കാലിന്റെ ഇവിടെ ബലൂൺ ടൈപ്പ് ആയിട്ട് നിൽക്കാം. അതെ, അത് അടിയിൽ ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരഷൂട്ട് പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും, ബലൂൺ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കെട്ടിയാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ വെറൈറ്റീസ് ഇതൊന്നും എടുത്ത് കാണിച്ചു തന്നെ. ഈ വെറൈറ്റീസ് ഒന്ന് ഇതാ, പാൻസിലും കളേഴ്സും അവൈലബിൾ ആണ്. കളേഴ്സ് ഉണ്ട്. ഇതിന്റെ പാരഷൂട്ട് എന്ന് പറയുന്ന മോഡല് കാർഗോസ് പാന്റ്. ഇത് ഇട്ടിരിക്കുന്നതിന്റെ സെയിം ഡിഫറെന്റ് കളർ കാണിച്ചു. ഇത്ര കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഗ്രീനിൽ വരുന്നുണ്ട്, ഈ ഒരു കളറിൽ വരുന്നുണ്ട്, ബ്ലാക്കിൽ വരുന്നുണ്ട്, ക്രീം ഷെയ്ഡ് വരുന്നുണ്ട്. അല്ല, അപ്പൊ ഈ ഇത്ര 5 കളർ കാണിച്ചു. ഈ 5 കളർ മൊത്തം 5 എന്ന് പറയുമ്പോൾ സൈസ് വരുന്നത് L, XL, XXL 3 സൈസ് വരുന്നത് ഒരു പാക്കറ്റിൽ. 3 സൈസ് ഉണ്ടാവും, L, XL, XXL. അങ്ങനെ കളർ ചേഞ്ച് അങ്ങനെ 3 എണ്ണത്തിന്റെ ഒരു സെറ്റ് ആയിട്ട് അങ്ങനെ എടുക്കണം. ഓക്കെ, അതായത് ഇങ്ങനെ 3 കളർ, ഇതിന്റെ ഒരു കളറാണ് ഇരിക്കുന്നത്. L, XL, XXL അങ്ങനെ വരുന്നത്. പിന്നെ കൊറിയൻ പാൻസ് വരുന്നത് ഡെനിം ടൈപ്പ്, ഡെനിമിൽ വരുന്നുണ്ട്. ഡെനിം സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് പോക്കറ്റ് ഒക്കെ ഉണ്ട്. സൈഡിൽ പോക്കറ്റ് ഇല്ലാത്ത. നേരത്തെ കണ്ടത് നമ്മൾ സൈഡിൽ കാർഗോ ടൈപ്പ്. അത് കാർഗോ വിത്ത് പാരഷൂട്ട്. ഇത് ജീൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിലെ എലാസ്റ്റിക് ടൈപ്പ് ആയിട്ട്. ഒക്കെ ലേഡീസ് ഐറ്റംസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. ജെൻസിന്റെ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. അല്ല, പാന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിൽ വരും. അപ്പൊ ജെൻസിന് ഉണ്ടാവുന്ന അങ്ങനെ ഇല്ല കേട്ടോ. ഇതിൽ ഇത്ര കളേഴ്സ് വരുന്നുണ്ട്. ആഷ് വരുന്നുണ്ട്, ഒക്കെ നല്ല നല്ല ഷെയ്ഡുകൾ. ജീൻസ് ടൈപ്പിൽ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി ഷെയ്ഡാണല്ലോ ഇത്, ഗ്രേയില്. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ. എല്ലാം L, XL, XXL ഇങ്ങനെ കളക്ഷൻസ് ആണ്. ഇതെല്ലാം നമുക്ക് വരുന്നത് കൊറിയൻസിൽ വരുന്നത്. പിന്നെ കൊറിയൻ പാൻസിൽ വരുന്ന കളക്ഷൻസ്. ഇതൊന്ന് കാണിച്ചേ. കൊറിയൻ ഇത് പാന്റ് ആണ്, കൊറിയൻ പാന്റ് അല്ല. കൊറിയൻ അല്ല, സിമ്പിൾ ആയിട്ടുള്ള പാന്റ്. ആ ഒരു കൊറിയൻ പാന്റ് ആ ഒരു ക്ലോത്ത് ആണ് വരുന്നത്. ഗ്രേപ്പ് മെറ്റീരിയൽ ആണ് പാന്റ്. ഓ, ക്രേപ്പ് മെറ്റീരിയൽ, പക്ഷെ കാണുമ്പോ ഒരു കൊറിയൻ ഫിനിഷിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ ഓക്കെ, ഇത് അതിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കളർ ചേഞ്ചസ് ബ്ലാക്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3 എണ്ണത്തിന് സെറ്റ് ആയിട്ടാണ് പാന്റ്സിൽ വരുന്നത്. ഇതാണ് കൊറിയൻ പാന്റ്, ശരിക്കുള്ള കൊറിയൻ പാന്റ്. ആ, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ടത് ക്രേപ്പ് ആയിരുന്നു നമ്മൾ തൊടുമ്പോ ഫീൽ, പക്ഷെ അതും ടച്ച് ആണ്. കൊറിയൻ പാന്റിന്റെ ടച്ചിലാണ് വരുന്നത്. ടച്ച്, ആ ഒരു ഫിനിഷിംഗ് നമുക്ക് കിട്ടും. ഇതാണ് ശരിക്കും ആ ക്ലോത്ത്. ഇതാണ് വരുന്നത്. നല്ല അടിപൊളിയാണ്. ഒറിജിനൽ കൊറിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് വിത്ത് ബെൽറ്റ് ഉണ്ട് കേട്ടോ. ബെൽറ്റ് ആയിട്ടാണ്. ബെൽറ്റ് ഫ്രീയാ, ബെൽറ്റിന് കാശില്ല. ഏതായാലും ആ കളറിലുള്ള ബെൽറ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിനൊരു മാറ്റം സ്ട്രൈറ്റ് കട്ട് എന്ന് പറയും. സ്ട്രൈറ്റ് കട്ട് കുറച്ചുകൂടി ലൂസ് ആയിട്ട്. കട്ട് പോക്കറ്റ് വരുന്നുണ്ട്. ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ്. ഇതും കാർഗോയിൽ തന്നെ കുറച്ച് ജീൻസിന്റെ കട്ടികളാണ്. സോഫ്റ്റ് ഫീൽ ആയിട്ട് ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻസ് കേട്ടോ. ഓക്കെ, ഇപ്പുറത്തേക്ക് വരൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. ഇത് ഫുൾ കളക്ഷൻസ് ഇരിക്കണത് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്ര കളേഴ്സ് 2, 3, 4. പിന്നെ ഈ കാണുന്നത് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഇനി ഇത് കൂടാണ്ട് ഗോഡൗൺ വേറെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അവിടെയാണ് നിറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നത്. പറയുകയാണെങ്കിൽ ഒരു പാക്കറ്റിൽ L, XL, XXL. അപ്പൊ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഗോഡൌണിൽ നിന്ന് എടുത്ത് കൊണ്ടു കൊടുക്കുന്നതായിരിക്കും. ഇതും പൊട്ടിച്ചു കൊടുക്കുന്നതല്ല, ഒരു പീസായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പ് കോട്ട് സെറ്റുകൾ വരുന്നത് അവിടെയാണ്. കോട്ട് സെറ്റ് ഒക്കെ ഈ സൈഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ മാഡം വേറെ ടൈപ്പ് കളർ ചേഞ്ച് കേട്ടോ. അടിപൊളി ആയിട്ടാ കേട്ടോ. നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ പാൻറ് പിടിച്ചു. പാൻറ്റും പലാസോ ടൈപ്പ് ആയിട്ടാണ്. സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്.
കൈ ചിറക് പോലെ ഒരു സൈഡ് പക്ഷെ ഒരു ചിറക് കൊണ്ട് എനിക്ക് പറക്കാൻ പറ്റില്ല കേട്ടോ, 2 ചിറക് വേണം കേട്ടോ. രണ്ടായിട്ട് യൂസ് ചെയ്യല്ലോ. ഇപ്പൊ കഫ്താൻ വേണമെങ്കിൽ കഫ്താനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. നടുക്കിൽ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ്, പാർട്ടി വെയർ. കലങ്കാലി പാട്ടോടാ, കലങ്കാലി അങ്ങനെ പോവാന്നല്ലേ. അപ്പൊ 2 സൈഡായിട്ടാണ് ലാസ്റ്റ് ഇത് വെയിറ്റ് കൂടിയിട്ട് പോകാനിരുന്നാ മതി ഇങ്ങനെ. അപ്പൊ ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട്. ഇതിന് ഒരു 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് ഒരു 3 കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്, മൾട്ടി കളേഴ്സ്. അപ്പൊ ഇത് ഒരു ക്രോപ്പ്, ഇത് ക്രോപ്പും ക്രോപ്പിന്റെ കൂടെ ഒരു പാന്റ് ഇങ്ങനെ 2 പീസിന്റെ സെറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇതൊക്കെ 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അത് ടോപ്പൊക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ. ഇത് വരുമ്പോ വ്യത്യാസമുണ്ട്. അല്ല ഇതില് അതാ പറഞ്ഞത്, ഇതൊക്കെ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത് വ്യത്യാസമുണ്ട്, ഇത് വ്യത്യാസമുണ്ട്. ഇതാവുമ്പോ നമുക്ക് ആ പോഞ്ചോ മോഡൽ വരുന്നുണ്ട്. ഇതാവുമ്പോ സിമ്പിൾ അല്ല, കുറച്ച് ഇങ്ങനെ സ്ലീവിൽ ഇങ്ങനെ വർക്കായിട്ട് 2 സ്ലീവ് ആയിട്ട് വരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നിട്ട് തുണിക്കും വ്യത്യാസങ്ങളുണ്ട്. പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ 2 പീസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ഒക്കെ വെസ്റ്റേൺ വെയറിൽ വരുന്ന കളക്ഷൻസ്. പിന്നെ വരുന്നത് ഇതും ക്രോപ്പിൽ വരുന്നത്. ഇയാള് വേറെ ഏതൊക്കെ ഷർട്ട്. അപ്പൊ ഇതിന്റെ അടിയിലത്തെ പാന്റ് വേറെ ആയിരുന്നല്ലേ. പക്ഷെ ഇങ്ങനെയും നമുക്ക് പെയർ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ പാന്റും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളറാണ് കേട്ടോ. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇത് ശരിക്കും മാച്ച് ആക്കി കാണിച്ചു തന്നു. പിന്നെ വരുന്നത് എല്ലാത്തിലും 4 കളർ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് കണ്ട ഡിസ്പ്ലേ അതിന്റെ കളർ ചേഞ്ച് ആണോ? ഇത് കയ്യിൽ വർക്ക് വരുന്നുണ്ട്, 2 സൈഡ് വർക്ക് വരുന്നുണ്ട്. നെക്കൊക്കെ നോക്കിയാ ഇതൊക്കെ ബുട്ടിക്കിലൊക്കെ ആണെങ്കിൽ ശരിക്കും ഇത് വെച്ചാൽ മതി ഡിസ്പ്ലേ, അപ്പം തന്നെ ഇത് സെയിലായി പോകും. അത് പറഞ്ഞ റേറ്റ് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ മേടിക്കും. അത്രയും ക്വാളിറ്റിയും ഫിനിഷിങ്ങും ഭംഗിയും. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ വേർതിരിഞ്ഞ് നമുക്കിപ്പോ ചുരിദാർ മാത്രമാണല്ലോ. ഇപ്പം ഒരു മാരേജിനൊക്കെ നമ്മൾ ചുരിദാർ മാത്രമേ, അങ്ങനെ അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ്. ചുരിദാർ സാരി ഒന്നും വേണ്ട, കുറച്ച് വേർതിരിഞ്ഞ് നിൽക്കണം. ഇപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരായാലും നോക്കി പോകും. നമ്മുടെ മോന്ത ഭംഗിയില്ലെങ്കിലും ഡ്രസ്സിന്റെ ഭംഗിയോട് നമ്മളെ നോക്കൂല ഇല്ലേ? ഭംഗിന്റെ എന്നോട് പറഞ്ഞത് 3 വയസ്സ് കുറഞ്ഞു എന്നാ പറഞ്ഞിരിക്കണത്. തോന്നുന്നില്ലേ? ആ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു കമന്റ് ചെയ്യട്ടെ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് കിടക്കാം. നമുക്ക് ഷോപ്പിൽ വന്നിട്ട് തന്നെ ഫീൽ ചെയ്തിട്ട് തന്നെ എടുക്കണം. അത് അത്രേ ഉള്ളൂ കേട്ടോ. ക്യാമറ എത്രത്തോളം അറിയാന്ന് പറയാൻ പറ്റില്ല. ക്വാളിറ്റിക്കും, അതായത് 3 പീസിന്റെ കോൺസെപ്റ്റ് ആണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പ്രീമിയം ക്വാളിറ്റി ആണ്. ഇതിപ്പോ നമുക്ക് ഉള്ളിൽ കണ്ടോ ടീഷർട്ട് പോലെ ഹൈനെക്കിന്റെ ഉള്ളിലുണ്ട്. ഈ ടീഷർട്ട് മാറ്റി ഇടാം. ഇപ്പൊ വേണമെന്ന് വെച്ചാൽ ഈ ഉള്ളിലത്തെ ടോപ്പ് വെച്ചിട്ട് ഈ ഒരു പാന്റ് വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം. അങ്ങനെ എങ്ങനെയും പെയർ ചെയ്യാം. അങ്ങനെ മിക്സ് മാച്ച് ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള ലുക്ക് ഫീൽ ചെയ്യാനായിട്ട്. ഇത് അതെടുത്ത് പറയണം കേട്ടോ, അത് സ്കേർട്ടാണ്, പാന്റാന്ന് തോന്നിയത് കേട്ടോ പെട്ടെന്ന് എടുത്ത് കണ്ടപ്പോ. അതെ അതെ, ഇത് നമുക്ക് ലിനൻ മെറ്റീരിയൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാ. ലിനനില് ക്രോപ്പ് ടോപ്പ്. ഓ അടിപൊളി കേട്ടോ, 2 സൈഡും കണ്ടാലോ ഒരുപോലെ. ലിനനില് വരുന്ന 2 പീസിന്റെ ക്രോപ്പ് ടോപ്പ് പാന്റ് കേട്ടോ. ഇതില് ലൈനായിട്ട് ഒരു സൈസിൽ 4 കളേഴ്സ് ആണ്. ഒരു സൈസിൽ 4 കളേഴ്സ്. എന്നാലും നഷ്ടമില്ല, നമുക്ക് ബുട്ടിക്കിലായിട്ട് വെക്കുമ്പോ ഇങ്ങനെ 4 കളറാണ് വരുന്നത്. ഇതടക്കം 1 2 3 4 കളർ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് 4 സെറ്റ് ആയിട്ട് എടുക്കണം. പക്ഷെ ബുട്ടിക്കിൽ അങ്ങനെ വെച്ചാൽ നമുക്ക് നഷ്ടമില്ല, ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് അല്ലേ വരുന്നത്. ആ പിന്നെ ഇത് ലോങ് ആയിട്ട് കുറച്ച് ഷോർട്ട് വേണ്ട, കുറച്ച് ലോങ്ങിൽ നമുക്ക് കോട്ട് സെറ്റ് വേണം എന്ന് വെച്ചാൽ ആ രീതിയിലാണ് 2 പീസിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ നേരിട്ട് വന്ന് ഇങ്ങനെ ഫീൽ ചെയ്യണം. അത് എവിടെയാ ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ? ഇത് ഗോപാലപ്രഭു. ശരി, ഏത് ഗോപാലപ്രഭു? മാർക്കറ്റിൽ. ഏത് മാർക്കറ്റ്? അങ്ങനെ പറയേ, ഇത് കേരളത്തില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എറണാകുളം മാർക്കറ്റിലാണ്. ആദ്യമായിട്ട് അഭിനയിക്കുന്നതിന്റെ പേടിയാ.
ഇതൊക്കെ ശീലമായല്ലോ. ഇവർക്ക് ശീലമായിരുന്നു. അപ്പോൾ ശരിക്കും കേരളത്തിലെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഗോപാല പ്രഭു റോഡിൽ. ഇനി ഗോപാല പ്രഭു റോഡ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ കൂടിയും വരാം. ഒരെണ്ണം എം ജി റോഡ്, നമുക്കിപ്പോൾ കട ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ എം ജി റോഡ് വഴിക്ക് കയറാം. ഇല്ലെങ്കിൽ മേനക ബസ് വഴിക്ക് വരാണെങ്കിൽ മേനക അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് കയറി വരാം. ഇനിയിപ്പോൾ ഓട്ടോയിൽ വരാണെങ്കിലും ഗോപാലപ്രഭു റോഡ് എന്ന് പറഞ്ഞാൽ മതി, ഡയറക്റ്റ് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഇത് കൂടാണ്ട് നിങ്ങളിപ്പോൾ ട്രെയിനിലാണ് വരണമെന്ന് വെച്ചാൽ ഏത് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ആണെങ്കിലും ഒരു 50 കൊടുത്താൽ ഇവിടെ എത്തും. അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് നമ്മളിവിടെ അണിയറയിൽ എത്തും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഫോൺ വിളിച്ചോ, പിക്കപ്പ് ഡ്രോപ്പ്. ഇത് മസ്ലിനിൽ വരുന്നതാണ്. ഇതില് മസ്ലിനില് വർക്കൊക്കെ വരുന്നുണ്ട്. മസ്ലിൻ വരുന്ന കോട്ട് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ കോളറിലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. അത് പെട്ടെന്ന് എടുത്ത് കാണില്ല, പക്ഷെ അത് നല്ല ഇതോട് കൂടി ചേർന്ന് പോയിക്കണ കാരണം പക്ഷെ നല്ല അടിപൊളി പീസാണ് കേട്ടോ. നമുക്ക് നല്ല കളേഴ്സും വരുന്നുണ്ട്. അതാണ് ഞാൻ പറയാ, ഇതൊക്കെ അടിപൊളി കളേഴ്സ് വരുന്നുണ്ട്. അതില് നല്ല നല്ല വെറൈറ്റി കളേഴ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലേ. ബ്ലാക്ക്. അപ്പൊ ഇത് ഇത് ഇടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കളേഴ്സ് അത് ഇടാത്തത്. മടിയുണ്ട് കേട്ടോ ഹാങ്കറിൽ ഇടാനായിട്ട്. ഇതപ്പോ സൈസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അത് എല്ല് 4 കളർ. ഓ നല്ല അടിപൊളി ഷെയ്ഡ് അല്ലേ. ഒക്കെ നല്ല സൈസ് ബേസ് ആണ്. എം, എൽ, എക്സ്, എൽ അങ്ങനെ 3 സൈസ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് കളറും പാറ്റേണും ഒക്കെ സെയിം ആയിരിക്കും. സൈസസ് ഒറ്റ ഡിസൈനിൽ എം, എൽ, എക്സ്, എൽ ഡിഫറെന്റ് സൈസസ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പൊ ഇത് അതാത് സ്ഥലത്ത് വെച്ചോ, കാരണം കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. സംഭവം ഓൺലൈനിൽ കിട്ടും ഇല്ലാന്നില്ല, പക്ഷെ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നേരിട്ട് വന്ന് ഓൺലൈനിൽ കിട്ടണ നമുക്ക് ഫോട്ടോ കണ്ടേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്ന് ഫീൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അത് ആനയാടും വ്യത്യാസമുണ്ട്. അതെ, അപ്പൊ നേരിട്ട് വരുമ്പോ ക്വാളിറ്റിക്ക് ഗ്യാരണ്ടി പറയുന്നുണ്ട്. പിന്നെ എന്താ പിന്നെ നമുക്ക് ബസ് കാശ് ഇപ്പൊ മുതലാവും. എന്തായാലും ഇവിടെ വന്നാലും വെറും കഴിയോടെ ആരും പോവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. കുടിച്ചിട്ട് പോവാ, അത്രേ ഉള്ളൂ. ബിരിയാണി മേടിച്ചു തരും കേട്ടോ, അത് വിഷമിക്കണ്ട. പിന്നെ അടുത്തത് ഇത് കോട്ട് സെറ്റ് 2 പീസിന്റെ തന്നെയാണ് കേട്ടോ. ഷർട്ട് മോഡലായിട്ട് വരുന്ന കളക്ഷൻ. ഇതാ 4 കളക്ഷൻ. ഏതെടുത്താലും അതിലൊരു 4 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. 4 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ വരുന്ന കളക്ഷൻ അടിപൊളി അല്ലേ. ഇത് ഒരു ഹക്കോബ സ്റ്റൈൽ, ഹക്കോബയില് ഈ ഒരു ക്ലോത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഹക്കോബയിലും കിട്ടും. നോർമൽ നമുക്ക് മറ്റേ വേണ്ടാന്ന് വെച്ചാൽ, പക്ഷെ ഇതിന്റെ സ്ലീവ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി എത്നിക്കിന്റെ ഒരു ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു അങ്ക്രക്ക സ്റ്റൈൽ പോലെ യോക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മോഡൽ സ്റ്റൈൽ വെച്ചിട്ട് പഫിന് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ട്, പക്ഷെ സംഭവം കിടും. അങ്ങനെ ഇതൊരു റോക്ക് സ്റ്റൈൽ 3 പീസിന്റെ കോൺസെപ്റ്റ്. അതായത് ബട്ടൺ ഇതൊക്കെ 2 സ്റ്റൈലും യൂസ് ചെയ്യാലോ. ബട്ടൺ അയച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇങ്ങനെ ബട്ടൺ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് വേണ്ട, കുറച്ച് ഡിഫറെന്റ് യൂസ് ചെയ്യാം. പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് സ്റ്റൈലായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ എത്ര 4-5 സ്റ്റൈൽ നമുക്ക് ഇതില് കോട്രോയിലാണ്. ഇതും വരുന്നുണ്ട്, കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്ന കോട്ട് സെറ്റിൽ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ. ഓ ഇത്ര നേരം കണ്ടത് 2 പീസ് ഒക്കെ ആയിരുന്നു അല്ലേ. 3 പീസിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ടോപ്പ് വരുന്നത്, ഷെയ്ഡ്സ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ഒന്നിലൊന്നും വെച്ചാൽ അതും കോട്ട് സെറ്റിൽ തന്നെ ഇപ്പൊ നമ്മൾ എന്തോരം വെറൈറ്റീസ് ഒക്കെ കണ്ടത്. അപ്പൊ വെറൈറ്റീസും ഉണ്ട്. ഫസ്റ്റ് നമ്മളൊരു മിഡി ടൈപ്പ് കണ്ടത് അല്ലേ. ശരിക്കും ആ ഒരു കൊറിയൻ ലേഡി ഒക്കെ നിൽക്കുമ്പോഴുള്ള ഒരു വേറെ ഐറ്റം കാണിച്ചാട്ടോ കോട്ട് സെറ്റില്. അതെടുത്ത് ബ്ലാക്ക് ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് കണ്ടോ. ഇതും അതെ, അടിപൊളി ഐറ്റം ആണത്. ഒരു പാറ്റേൺ ആണത്. ഇത് പാന്റ് വിത്ത് അതുപോലെ ഇന്നർ, പിന്നെ അതിന് കൂടെ ഇങ്ങനെ ഒരു ഷ്രഗ് ടൈപ്പ് ആയിട്ട് കേട്ടോ. ഇത് കെട്ടണമെങ്കിൽ കെട്ടാം, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
കോഡ് സെറ്റ്. ഇത് 3 കളേഴ്സ് വരുന്നത്. 3 കളേഴ്സിൽ അല്ലേ? 4 കളേഴ്സ് ഉണ്ട്. 4 കളേഴ്സ് ഉണ്ട്. അതിന്റെ കളറായി ഇരിക്കണം തോന്നുന്നുണ്ട്. 4 കളേഴ്സ് ഒരു സൈസ് ആയിരിക്കും. 4 കളേഴ്സ് ആയിരിക്കും. ഇതൊക്കെ ഫ്രീ സൈസ് വരുന്നത്. ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഇതിൽ വരെ പെടുത്താം? ഡബിൾ എക്സൽ വരെ. അപ്പൊ അതായത് കോഡ് സെറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കണം. ലൂസായിട്ട് അത് എല്ലിന്റെ ആളാണെങ്കിൽ അത് എക്സൽ എടുക്കുള്ളൂ. അതാണ് അതിന്റെ സ്റ്റൈല്. ഒരു സൈസ് അപ്പ് എടുക്കണം നമ്മൾ എടുക്കുമ്പോ. നമ്മള് ടൈറ്റ് ചെയ്തിട്ട് കുറച്ചിട്ട് യൂസ് ചെയ്യാറില്ല. മേഡം തന്നെ ഉണ്ടല്ലേ, നല്ല ലൂസായിട്ട് നല്ല, അതുകൊണ്ട് കംഫർട്ടബിൾ ആണ്. ട്രാവലിങ്ങിനും എല്ലാത്തിനും ഒക്കെ പോകുമ്പോൾ നല്ല സുഖമാണ്. ഇനി അടുത്ത ഒരു കളക്ഷൻസിലേക്ക് കിടക്കാം. അടുത്തത് ഡബിൾ പോക്കറ്റ് ഒക്കെ ആയിട്ട് പോക്കറ്റ് വരുന്ന ടൈപ്പ്. ഇപ്പഴത്തേക്ക് വന്നു. എനിക്കാണെങ്കിൽ മൈക്ക് തരാൻ പറ്റില്ല. അതെ, ഇത് ഡബിൾ പോക്കറ്റ് ഒക്കെ ആയിട്ട് കുറച്ച് നല്ല വെറൈറ്റീസ്. ഇത് കുറച്ചും കൂടി ലോങ് ആണ് കേട്ടോ. കുറച്ചും കൂടി ലോങ് ടൈപ്പ്. ഇത് പാന്റ് വേണ്ട, ഇങ്ങനെ മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു ഡ്രസ്സ് പോലെ അതൊക്കെ അവരവരെ ഇഷ്ടം. പക്ഷെ ഇത് 2 ഐറ്റം കൊടുക്കണോന്നു. അത്ര പാന്റിലാണ് ഞങ്ങളത് വിൽക്കുന്നത്. സെയിം. ഇത് നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ടോ? ആ ഒരു ബ്ലാക്ക് ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടോ കളർ ഷെയ്ഡ്. എല്ലാത്തിലും 4 കളേഴ്സ് ഉണ്ട് കേട്ടോ. 4 കളേഴ്സ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. കാരണം ഇത് ഹോൾസെയിലാണ്. നമ്മൾ ഒരു പീസായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഇത് സെറ്റ് ആയിട്ടാണ് മേടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 2 പീസ് ആണ് ഇത് വരുന്നത് കേട്ടോ. എല്ലാത്തിലും ഇമ്പോർട്ടഡ് കൊറിയൻ സ്റ്റൈലാകുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം ക്വാളിറ്റി ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പക്ഷെ ഉണ്ടെന്ന് അറിയില്ല. ഹാൻഡ് വർക്ക് ആ ഷെയ്ഡിൽ തന്നെ നമുക്ക് ഹാൻഡ് വർക്ക് ഇതാ ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളറിൽ ഹാൻഡ് വർക്ക് ഇതാ, കോളറിലും ഹാൻഡ് വർക്ക്. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ നേരിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിക്ക് വ്യത്യാസം. നമ്മൾ പുറമേ നിന്നും മേടിക്കണതും നമ്മൾ ആ ബുട്ടിക്ക് നിന്നും മേടിക്കണതും വ്യത്യാസമില്ല. ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ബുട്ടിക്ക് കളക്ഷൻസ് നമുക്ക് സിംഗിൾ ഒരൊറ്റ ഷെയ്ഡ് അങ്ങനെ ഹാൻഡ് പിക്ക് എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ മെയിനായിട്ട്. 2 പീസിൻ്റെ ആണ് കേട്ടോ ഇത് വരുന്നത്. അറിയുള്ളൂ. അതപ്പോൾ ഇടണവരുടെ അവസ്ഥ എന്തായിരിക്കും? അടിപൊളി. പിന്നെ ഇത് എന്താ പറയുക, കീറില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇമ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അതിന്. മസ്ലിന് പ്യുവറിൽ വരുന്നത്. പിന്നെ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ പ്യുവർ ആയിട്ടുള്ളതാണ്, ഇമ്പോർട്ടഡ് ആണ്, ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. ക്വാളിറ്റി വിട്ടിട്ടുള്ള ഒരു കളിയില്ല. 10 രൂപ 20 രൂപ കൂടിയാലും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ക്വാളിറ്റി ഇല്ലാണ്ട് നമ്മൾ വിറ്റിട്ട് നമുക്ക് റിപ്പീറ്റ് കസ്റ്റമർ വരണം. അത് കസ്റ്റമർ വേണം. അപ്പോൾ അത് നിങ്ങളും കൂടി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കാരണം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് ക്വാളിറ്റിയിലെ ഐറ്റംസ് കിട്ടണമെങ്കിൽ എവിടേക്ക് വരണം? സ്ലീവിലും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലല്ലേ? ഓക്കെ, ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാ? ഇത് M2XXL അങ്ങനെ 4 സൈസ് ഇതാ. അപ്പൊ ഇങ്ങനെ പാന്റ് ഈ ഒരു കളറും പിന്നെ ആ ഒരു യെല്ലോ 4 സൈസ്. പക്ഷെ 4 നൈറ്റ് എടുക്കണം എന്ന് നിർബന്ധമുണ്ട് കേട്ടോ. അതെ. പിന്നെ ഈ ഒരു സെറ്റും കൂടി നമുക്ക് എടുക്കാം. നല്ല പ്യുവർ കംഫർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിഫായിട്ടല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഇങ്ങനെ കിടന്ന് ഒഴുകി പോണത്. അപ്പോൾ ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ സൈസസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിലും സൈസ് XXL സൈസിലാണ് വരുന്നത്. കോളറിൽ വെറൈറ്റി വരുന്നുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടാണല്ലോ പാന്റ്. ഇങ്ങനെ ഒരു ലേസ് ഞാൻ അടി ശ്രദ്ധിച്ചില്ല കേട്ടോ. അടിയിൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ധോത്തി ടൈപ്പ് ആയിട്ടുള്ളത്, ധോത്തി കട്ട് കേട്ടോ. കൂടുതൽ ഇത് നോർത്തിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിപ്പോഴത്തെ ട്രെൻഡാണ്. ഇതിപ്പോൾ ഫാഷനാക്കി മാറ്റി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫങ്ഷൻ, അവരുടെ ഒരു ഇതിന് യൂസ് ചെയ്യണ സംഭവം. നമ്മളിപ്പോൾ ഓണത്തിന് വിഷുവിനൊക്കെ നമ്മൾ കേരള സാരി സെറ്റ് മുണ്ടൊക്കെ കൊടുക്കണ പോലെ നോർത്തിൽ ധോത്തിയൊക്കെ യൂസ് ചെയ്യണത് അവരുടെ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഒരു ട്രെൻഡായി മാറി നമ്മളും യൂസ് ചെയ്ത് തുടങ്ങി. അതെ, അതിനും ഒരു കുറവില്ല. നോർത്തുകാരും വിട്ടിട്ടില്ല. അതുപോലെ സൈഡിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന 2 സൈഡ് നടുക്കിൽ ഇങ്ങനെ അപ്പായിട്ട് വരുന്ന ടെസൽസ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ കോളറിൽ. ഇതിൽ മീഡിയം, ലാർജ്, XL, XXL സെയിം
സൈസ് വിട്ടിട്ടുള്ള കളിയില്ല. ഇനി പ്ലസ് സൈസ് ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടോ വരുന്നത്? വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അതിൽ പ്ലസ് സൈസ് കിട്ടാൻ കൂടുതലാണ്. ഇനി കോട്ട് സെറ്റ് അല്ല, നമുക്ക് ഒരുപാടുണ്ട്. വെസ്റ്റേൺ വെയർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇത് കൂടാണ്ട് നമുക്ക് പഴയ എത്നിക്കും മറക്കാൻ പറ്റില്ല. അപ്പോൾ അതിനും കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതും പ്യുവറിൽ വരുന്ന അതായോ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ മൈസൂർ പാക്ക് ഗീയിലൊക്കെ ഇട്ടിട്ട് അത് വായിൽ വരുമ്പോൾ അലിഞ്ഞു പോലെ ആ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ ഇനി മറ്റേ നമുക്ക് എത്നിക്കിലേക്ക് പോയാലോ? നമ്മൾ ഇത് ഫസ്റ്റില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കറീന കട്ട് അല്ലേ? ഇപ്പൊ ഇതിന്റെ കളർ ഷെയ്ഡ്സ് നെക്കിന്റെ അവിടെ നിന്ന് വരുന്നത് അല്ലേ? അതിന്റെ കളർ ഷെയ്ഡ്സ് വേറൊരു പാറ്റേൺ ആണ് വരുന്നത്. ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ക്ലോത്തിൽ ഡിഫറെന്റ് ഉണ്ടാവും. ഇതാകുമ്പോ വേറെ മോഡല് അല്ല, തൊടുമ്പോ ഫീലിംഗ് വേറെ വരുന്നുണ്ട്. ലാർജ് മുതൽ 3XL വരെ വരുന്നത്. ലാർജ് XL, ഡബിൾ XL, 3XL. അതിലൊരു കെട്ടായിട്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോ ഒരു സൈസ് അപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്രീലിംഗ് ഇത് അങ്ങനെ വരണം. ആ ഒരു ഇതാണ് കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ്. ശരിക്കും നമുക്ക് പാന്റ് വെച്ചിട്ട് നമുക്ക് പാന്റ് പെയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇത് കൂടുതൽ നമുക്ക് ജസ്റ്റ് ടോപ്പ് മാത്രമായിട്ടാണ് നമ്മൾ ഒരു ഒരു മോഡൽ ലുക്ക് വേണം. എന്നുവെച്ചാൽ ഇൻഡോ വെസ്റ്റേൺ ആ ഒരു രീതിയിൽ രണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ അതുകൂടാണ് പാൻസും ഇവിടെ കിട്ടും. പിന്നെ ഇനി വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട്. പാൻസും ഉണ്ട്. ഈ പാന്റിന്റെ കാര്യം പറഞ്ഞപ്പോ അതും ഉണ്ടെന്ന്. പാൻസ് എങ്ങനെയാ? ലെഗിൻസ്, സിഗാർ പാൻസ് അങ്ങനെയൊക്കെയാണോ? സിഗരറ്റ് പാൻസ് അല്ല, കുറച്ച് പ്രീമിയം പാൻസ്, കുറച്ച് പോക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് പ്രീമിയം ടൈപ്പ് ആയിട്ടുള്ള കളക്ഷൻസ് കേട്ടോ. അപ്പൊ ഇതില് കളക്ഷൻസ് വരുമ്പോ എത്ര കളേഴ്സ് വരുന്നുണ്ട്? 7 കളർ, 7 കളേഴ്സ് വരുന്നത്. അപ്പൊ ഇതിൽ ഇതാ 2 സൈഡിലും പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. പോക്കറ്റ് കൂടാണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി ആണ്. ഇപ്പൊ 2 സൈഡിൽ പോക്കറ്റ്, 3 സൈഡിൽ പോക്കറ്റ്, 4 സൈഡിൽ അങ്ങനെ പല പല മോഡൽസ് ഒക്കെ കാണാം. അപ്പൊ ഇതിന്റെ ഇത്ര കളർ ഓപ്ഷൻസ് അല്ലേ? ഒരേ സെറ്റിൽ 7 കളർ. ഈ 7 3XL ആണ് വരുന്നത്. ഇപ്പൊ കയ്യിൽ പിടിച്ചിരിക്കുന്നത് 3XL സൈസ് ആണ് വരുന്നത്. 7 കളർ വരുന്നുണ്ട്. 7 ഡിഫറെന്റ് കളേഴ്സ്. അത് പ്രീമിയം ആണ്. നോർമൽ ലെഗിൻസോ ട്രൗസേഴ്സോ ആ മോഡൽ അല്ല കേട്ടോ വരുന്നത്. ലിനന്റെ സെപ്പറേറ്റ് ആയിട്ട് പാന്റ് വേണമെങ്കിൽ അതും മേടിക്കാൻ കിട്ടും. അടിപൊളിയാണ് ലിനന്റെ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിലെങ്ങനെയാ കെട്ടില് സൈസസ് എങ്ങനെയാ വരുന്നത്? ഒരു സൈസിലെ ഡിഫറെന്റ് കളർ അങ്ങനെ എന്നുവെച്ചാൽ ഒരു സൈസ് ആയിരിക്കും, അതിൽ 7 കളേഴ്സ് ആയിരിക്കും. 3 കളേഴ്സ്. ഓക്കെ, അങ്ങനെ 3 കളേഴ്സിന്റെ ഒരു സെറ്റാണ് എടുക്കേണ്ടത്. അത് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ വീക്ക്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പറിലേക്ക് നമുക്ക് ലെഗിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം. ലെഗിൻസ് തന്നെ കുറച്ച് പ്രീമിയം ആയിട്ട്, പ്രീമിയം ലൂസ് ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ? ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മള് ഐറ്റം വരുന്നത് അല്ലേ? അങ്ങനെ 3-4 തരം പാൻസ് ഉണ്ട്. ഇനി പാൻറ്റുമ്മേൽ തന്നെ പിടിച്ചു നിന്ന പാൻറ് മാത്രമേ പോവും. ഇനിയും കുറേ വെറൈറ്റീസ് കാണിക്കാണ്ട്. അപ്പൊ ഞാൻ ഈ പിടിച്ചിരിക്കണതിന്റെ വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് കൂടാണ്ട് വേറെയും ഉണ്ട്. ഇതിന്റെ ഷെയ്ഡ്സും പ്രിന്റ്സും ഡിഫറെന്റ് ആണ്. ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ല, അതൊരു കാര്യത്തിലും നോ രക്ഷ. മോഡൽ തന്നെ ഈ ഒരു നെക്കിന്റെ പോർഷനിൽ മാത്രം കുറച്ചൊരു ഡിഫറെന്റ് ഉണ്ട്. ഡിഫറെന്റ് ഒരു ലേസിന്റെ ഇത് വെച്ചിട്ട് അങ്ങനെ കേട്ടോ. പിന്നെ ഈ ഒരു ഷെയ്ഡും അതേപോലെ തന്നെ നല്ലൊരു ഷെയ്ഡ്, നല്ല ഷെയ്ഡുകളല്ല. പിന്നെ ഒക്കെ നല്ല പേസ്റ്റ് സട്ടൽ ആയിട്ടുള്ളത് നമ്മള് സെലക്ട് ചെയ്ത് അത്ര നോക്കിയിട്ട് എടുക്കുന്നത്. ഹാൻഡ് പിക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് സിംഗിൾ ആയിട്ട് ഇങ്ങനെ ഒരു ഫ്രോക്ക് ടൈപ്പ് അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു കാശേരൊക്കെ ഹാൻഡ് ബാഗ് മാത്രമായിട്ട് ആ ഒരു ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. ഇതോ നമ്മളിപ്പോ എല്ലാം വെച്ചിട്ടില്ല, നമ്മള് അത് ഫുള്ള് അതാണ്. ഓക്കെ, ഇതില് ഒരുപാട് കളേഴ്സ് ആണ് ഇതില് പല പ്രിന്റ്സ് കിട്ടും. പല പാറ്റേൺ സെയിം ആയിരിക്കും, പല പ്രിന്റ്സിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ കയ്യിൽ കിട്ടിയത് കുറച്ച് നമ്മൾ എടുത്ത് കാണിക്കുന്നുള്ളൂ. ഇനി ഇത് കൂടാണ്ട് ഇത് ഒരു ഓവർകോട്ട് ടൈപ്പ് വരുന്നത് അറ്റാച്ച്ഡ് ആണ് അല്ലേ? ആ ഓക്കെ.
ക്വാളിറ്റി അടിപൊളി കേട്ടോ. മസ്ലിന് പ്യുവർ മസ്ലിനിൽ വരുന്നത്. പിന്നെ യോക്കില് സ്മോക്ക് വർക്ക് വന്നിട്ട് ചെറിയൊരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 എണ്ണത്തിന്റെ കളേഴ്സും വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നേ, അവിടെ നിന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കില്ല, മൈക്ക് വേണം പറയണെങ്കിൽ. ഇത് വേറൊരു ടൈപ്പ് ഒരു വെസ്റ്റേൺ മിക്സ് ചെയ്തിട്ട് പ്രീമിയം അല്ലേ? അടിപൊളിയായിട്ടല്ലേ? അത് ഫുൾ ഗൗൺ ആയിട്ട്, ഗൗൺ ടൈപ്പ് ആയിട്ട്, ഷേപ്പ് ആയിട്ട് അതിന് ഷേപ്പ് വേണം. ഇതിന്റെ ബാക്കിൽ നമുക്ക് കണ്ടോ അത് ബാക്ക് എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ കളേഴ്സും ആ ഒരു ഇത് നോക്കുകയാണെങ്കിലേ ഫ്രീ സൈസ് ആണ്. ഇതിന്റെ ആ ഒരു മോഡൽ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പാറ്റേൺ മാത്രം. ഈ ഐറ്റം ഒക്കെ പറയുമ്പോൾ സൈസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഇപ്പൊ ഇത് എല്ലാണെങ്കിൽ എല്ലാം തന്നെ 4 കളേഴ്സ് ആയിരിക്കും, അല്ലാണ്ട് സൈസ് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പാറ്റേൺ ഇത് കളേഴ്സ് സെയിം ആയിരിക്കും, വ്യത്യാസമായിരിക്കും. അതൊക്കെ അതിന്റെ പോലത്തെ തന്നെയാണ്. നല്ലൊരു ഹീലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് റോട്ടിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും കേട്ടോ. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ എലാസ്റ്റിക് മോഡൽ, അപ്പൊ നല്ല ഷേപ്പ് ആയിട്ട് നല്ല സൈസിൽ എടുക്കും കേട്ടോ. അപ്പൊ അതിന്റെ കുറെ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് അല്ലേ? ഒരു വൈഡ് ആയിട്ട് ബാക്ക് ഒക്കെ നോക്കുമ്പോൾ ഇത് ഫ്രണ്ടിൽ വേണമെങ്കിൽ ഫ്രണ്ടിൽ കെട്ടാം, ബാക്കിൽ വേണമെങ്കിൽ ബാക്കിൽ കെട്ടാം. ഇനി ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു ഈ പിന്നെ ഷോൾഡർ കുറച്ചുകൂടി ഇങ്ങനെ വൈഡ് ആയിട്ട് ഈ നെക്കിൽ കേട്ടോ. ഇതും സെയിം ആ ഒരു ഇതിൽ തന്നെ. കളർ അടിപൊളിയായിട്ട് കാണുമ്പോ തന്നെ നമുക്ക് ഇടാൻ തോന്നിട്ട്. ഇത് പ്രീമിയം കേട്ടോ, ക്വാളിറ്റി ഇങ്ങനെ ഫീൽ ചെയ്ത് തൊട്ട് മേടിക്കാനായിട്ട് പറയണത് വെറുതെ കേട്ടോ. ഇങ്ങോട്ട് വായോ അടിപൊളി ഐറ്റംസ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് കേട്ടോ. കോട്ടണില് നോർമൽ കിട്ടുന്നുണ്ട്, അത് കൂടാതെ പാർട്ടി വെയർ ഇത് പാന്റ്, അതുപോലെ തന്നെ കോട്ടണില് പ്യുവർ ആയിട്ടുള്ളത്. പിന്നെ ദുപ്പട്ട, ഇത് ഫുൾ ചിക്കൻ കറി വർക്കാണ്. ഇതിൽ തന്നെ ഇതിന്റെ 3 ഷെയ്ഡ് കേട്ടോ. അതെ, ഇതിന്റെ 3 കളേഴ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ ഈ 3 കളേഴ്സ് എന്ന് പറയുമ്പോ ഒരു കളർ ഏതെങ്കിലും എടുത്താൽ മതിയില്ലേ? സൈസ് ഇപ്പൊ ഏതെങ്കിലും ഒരു കളർ ഇഷ്ടമായി എന്ന് വെച്ചാൽ അതിന് 4 സെറ്റ് അങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പൊ 3 പീസിന്റെ ഒരു കോട്ടന്റെ കോൺസെപ്റ്റ് ആണ് വരുന്നത്. കോട്ടൺ കോൺസെപ്റ്റ്, കോട്ടൺ പ്യുവർ കോട്ടണില് നടുക്കില് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നമുക്ക് ഈ മസ്ലിൻ മോഡൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും മെറ്റീരിയൽ. ഇതിന്റെ പാന്റ് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഫുള്ള് അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ആണ്. ഒരു ഖാദി കോട്ടൺ എന്നൊക്കെ പറയാം. ആ ഒരു നമുക്ക് ഏത് ടോപ്പിന്റെ നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു പാന്റ് മാത്രമായിട്ട് പ്യുവർ ഷിഫോണിൽ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, പ്യുവർ ഷിഫോൺ. അതിന്റെ ഷെയ്ഡുകളാണ് ഈ വരുന്നത്. 2 ഷെയ്ഡ് വരുന്നുണ്ട്, M2XXL സെയിം തന്നെ. പിന്നെ ഇപ്പൊ ഈ കാണിക്കണത് തന്നെ നമുക്കിപ്പോ 1 മാസം കഴിഞ്ഞ് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം എപ്പോഴും 1 മാസമല്ല, ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചത് കാര്യമില്ല. നമുക്ക് അത്ര എൻക്വയറീസ് വരുന്നുണ്ട്, അത്ര കളക്ഷൻസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് പുതിയത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ്, നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്, അനീറ വോൾസെലേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെയാണോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്? അപ്പൊ ഏതെങ്കിലും നമുക്ക് വേറെ ചെയ്തിട്ടുള്ളത് കാണണമെങ്കിൽ ഇട്ടിട്ട് കാണിക്കും. ആ ഒരു അനീറ ഏകദേശം ഇതൊക്കെ വേറെ ചെയ്തിട്ട് അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാ പേജിലുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇൻസ്റ്റാ പേജിന്റെ മറ്റേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അതിൽ പുതിയ പുതിയ വെറൈറ്റീസ്, പിന്നെ കുറെ നാൾ മുന്നത്തെ കളക്ഷൻസ് ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് പുതിയത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി കോട്ടണിൽ തന്നെ വരുന്ന പാർട്ടി വെയർ കളക്ഷൻ അല്ലേ? ഇപ്പൊ ചില കസ്റ്റമേഴ്സിന് വേറെ ഫാബ്രിക്സ് അവർക്ക് ഓക്കെ അല്ലാത്തവരുണ്ട്. പക്ഷെ കോട്ടണിൽ കിട്ടല് ബുദ്ധിമുട്ടാണ്. പാർട്ടി വെയർ കോട്ടണിൽ കിട്ടുന്ന ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കോട്ടണിൽ തന്നെ പാർട്ടി വെയറിൽ സ്ലീവിലൊക്കെ നല്ല അടിപൊളി ലേസിന്റെ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫാബ്രിക് കംഫർട്ടാണ് അവർ നോക്കുന്നത്. കോട്ടണില് ഫുൾ നല്ല അടിപൊളി പ്രിന്റ് ഒക്കെ ആയിട്ട് ഫുൾ അതും പ്യുവർ കോട്ടണിലാണ് കേട്ടോ വരുന്നത്. ഇതിലും 2-3 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ.
വലിയ അതുപോലെ കോട്ടണിൽ പ്യുവർ ആയിട്ടുള്ളത് പ്രിന്റും വരുന്നുണ്ട്. പാൻറ്റിന്റെ സൈഡിലും വർക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഒരു സിഗരറ്റ് സിഗരറ്റ് പാൻറ് ഇതിന്റെ സൈഡിൽ പോംപോംയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടണിൽ തന്നെ പാർട്ടി വെയറിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഇത് ഹക്കോബേര ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു വീനക്കിൽ കേട്ടോ പാർട്ടി വെയർ കോട്ടണില്. അതിന്റെ ദുപ്പട്ട നോക്ക്, ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ്. ഇതൊന്നിങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തേ. ഇതാ സൂപ്പർ, സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ട് പോകാൻ വെച്ചാൽ നല്ല ഇതും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫുള്ള് സിമ്പിൾ ആയിട്ടുള്ള സട്ടൽ ആയിട്ടുള്ളതാണ്. ക്വാളിറ്റിയുടെ കാര്യത്തില് ഒരു കോംപ്രമൈസ് ഇല്ല. നമുക്ക് വരുന്ന കസ്റ്റമർ നമുക്ക് എപ്പോഴും ഉണ്ടാവണം, അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് അക്കോബയിൽ വരുന്ന വേറൊരു മോഡലൈസ്. നേരത്തെ കണ്ടത് ലൈറ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റിലാണെങ്കിൽ ഇത് പിങ്കിലല്ലേ? ഷെയ്ഡിൽ പെണ്ണുങ്ങളുടെ ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ പിക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഒരു ത്രെഡ് വർക്കും അതുപോലെ ഹക്കോബേര വർക്ക്, ലേസ് വർക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ. അല്ല പ്രിന്റ് അല്ല കേട്ടോ, ഇത് പെയിന്റ് ആണ്. അത് തൊടുമ്പോഴാണ് കേട്ടോ ആ ഒരു ഫീലിംഗ് അറിയുന്നത്. തിരിച്ച് എന്താ ഇത് തൊടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിംഗ്. അപ്പൊ ഈ ഒരു ഫീലിംഗ് നമുക്ക് ഈ എന്താ പറയാ ഓൺലൈനിൽ നോക്കിയാൽ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഇത് നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒരു പ്രിന്റ് പോലെ ഫീൽ ചെയ്യുള്ളൂ, പക്ഷെ പ്രിന്റ് അല്ല. ഇത് ഫുൾ ഹാൻഡ് വർക്കില് ഹാൻഡ് പെയിന്റിൽ വരുന്നതാണ് കേട്ടോ ഷോള്. അക്കോബേളിൽ വരുന്നതിന് ആ ഒരു റിച്ച് ലുക്ക് അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഒരു റിച്ച് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളത്. ഇതൊക്കെ ബുട്ടിക് ആയിട്ടുള്ള ഒരു സിംഗിൾ ഹാൻഡ് പിക്ക് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഹോൾസെയിൽ റേറ്റിനാണ്, ബൾക്കായിട്ട് തന്നെ എടുക്കണം, സെറ്റ് ടു സെറ്റ് എടുക്കണം, ഒരു പീസായിട്ട് കിട്ടില്ല. വീണ്ടും എടുത്ത് പറയണം. ഖാദി കോട്ടൺ സിമ്പിൾ ആയിട്ട് അതിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ട് അടിയിലേക്കും ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതേ സെയിം പാൻറില് സിമ്പിളൊന്നുമല്ല, അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് റിച്ച് ഫീല്. അതും കോട്ടണിൽ തന്നെ കേട്ടോ, ഒരു ഇക്കത്തിന്റെ സ്റ്റൈലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇത് ദുപ്പട്ട വരുമ്പോഴാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ അടിപൊളി. എന്താ മോഡല് ഇട്ട് വന്നപ്പോ ഭംഗിയായില്ല. അപ്പൊ നമ്മളൊന്നും ഇടുമ്പോ ചോദിച്ചോക്കെ നമ്മൾ മോശമൊന്നല്ല അല്ലേ, നമ്മൾക്ക് സെൽഫ് നമ്മൾ ഭംഗിയാണ്. ആ ഒരു ഡ്രസ് ഇടുമ്പോ തന്നെ ആ ഒരു റിച്ച് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് 3 പീസിൽ തന്നെ 3 പീസാണ് വരുന്നത്. എല്ലാം സൈസ് 3 to XXL 3 പീസിൽ കേട്ടോ, മീഡിയം to XXL അല്ലേ? ഓക്കെ. ഇത് യോക്കിൽ ചെറിയ ചെറിയ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. മിറർ വർക്ക് ഉണ്ട് കേട്ടോ, ഒറിജിനൽ മിറർ വർക്കാണ്, ലേസ് വർക്ക് ഇതൊക്കെ. പിന്നെ ഷേപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ ഒക്കെ കറക്റ്റ് സൈസിൽ എടുക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എവർഗ്രീൻ കളർ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ലേ. ഇത് ഒരു കാലത്ത് അങ്ങനെ കോട്ടൺ ആയാലും ശരി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടൺ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആയാലും ഇത് രണ്ടും മനസ്സിൽ നിന്ന് പോവില്ല. അത്രയും പാന്റ് സിഗ്സാഗ് ആയിട്ടുള്ള വരുന്ന പാന്റ്, കുറച്ച് ഹെവി കോട്ടണിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. ഇത് ഫുൾ പ്രീമിയം കോട്ടൺ പ്രിന്റ് ബ്ലൂവിൽ വരുന്ന ടൈപ്പ്. ഡിഫറെന്റ് ആണ്. ദുപ്പട്ട വ്യത്യാസം, ദുപ്പട്ടയിൽ സൈഡിൽ ഇങ്ങനെ ക്രോഷ്യ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോട്ടണിൽ തന്നെ വരുന്ന തിരിച്ച് കണ്ടോ. എത്ര കേട്ടോ, ഇനി സോറി പറയുന്ന നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നലേക്ക് പോയാ അടിപൊളി ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇത് അങ്കറക്ക നെക്ക് പോലെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. യോക്കിൽ അങ്കറക്ക സ്റ്റൈലില് ഒറിജിനൽ മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ മിറർ ഒന്നും വെച്ചിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ അത് പ്രീമിയം ആണ്. അപ്പോൾ ഒറിജിനൽ തന്നെ ഉണ്ടാവും എല്ലാത്തിലും കേട്ടോ. അതെല്ലാതും ഇപ്പൊ തുണി മാത്രമല്ല, അതിന്റെ വർക്കായാലും എല്ലാ കാര്യത്തിലായാലും ഒക്കെ പ്രീമിയം. ബ്ലാക്ക് ഷെയ്ഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡിലുണ്ട്. എന്താ തെറ്റിയെന്ന്? ഹൈലൈറ്റ് നമ്മുടെ വർക്കുകൾ എപ്പോഴും ഹൈലൈറ്റ് അഴി തെറ്റിയെന്നാ ഞാൻ കേൾക്കണത്. സോറി കേട്ടോ, എണ്ണം പിടിച്ചോ. ജലദോഷം കാരണം പറഞ്ഞത് മാറി പോയതാണ്.
ദുപ്പട്ടതാ. ഇത് കോട്ടണിൽ വരുന്നതാണ്, അടിപൊളി കളക്ഷൻ. പിന്നെ വീനെക്കിലാണ് വരുന്നത്. ഒരു കോളർ നെക്ക്, ചൈനീസ് കോളർ നെക്ക്, അതിൽ വീനെക്ക്, പിന്നെ ഒരു ടെസൽസിന്റെ ഡീറ്റെയിൽ. പിന്നെ ഇവിടെ ഒക്കെ വർക്ക് വന്നിട്ടുണ്ട്, ഒക്കെ ഹെവി ഒറിജിനൽ മിറർ വർക്കാണ്. അതന്നെ, വെറുതെ അല്ല മോഡലിങ്ങിന് പിടിച്ച് നിർത്തിക്കണല്ലേ. ഇനി ആളെ മാറ്റില്ല അല്ലേ? ഓക്കെ, സൈഡിൽ പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. അത് എല്ലാത്തിലും നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട്, ഒക്കെ സ്ട്രൈറ്റ് കുർത്തിയിൽ വരുന്നുണ്ട്. പിന്നെ അനാർക്കലി സ്റ്റൈലും ഉണ്ട് അല്ലേ? അനാർക്കലി ടൈപ്പ് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം നമ്മൾ കണ്ടില്ല. അതെ, ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു അല്ലേ? നമുക്ക് എന്ത് സോഫ്റ്റ് മെറ്റീരിയൽ, ഷെയ്ഡാണ്. ഷെയ്ഡ് നോക്ക്, ക്യാപ്സുൾ റേയോണിൽ വരുന്നത്. ക്യാപ്സുൽ റേ. ഇത് അതുപോലെ ഇതാ, ഇത് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഷുഗർ ബീഡിന്റെ വർക്കൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള കണ്ടോ. നെക്കിലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. അതാണ് ഒക്കെ ബുട്ടിക്ക് രീതിയിലുള്ള. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് പ്രീമിയം ആയിട്ട് അങ്ങനെ അവിടെ ഷോപ്പില്ല. നമുക്ക് ഹാൻഡ് വർക്ക് നമുക്ക് ഒരു പ്രാവശ്യം വന്നേക്കാണ് കസ്റ്റമേഴ്സ് പറയുന്നത് എല്ലാം അത് തന്നെയാണ്. ഈ ഒരു ഐറ്റംസ് അവർക്ക് കിട്ടുന്നില്ല. രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിപ്പോ വീഡിയോ കാണുമ്പോഴേക്കും ചിലപ്പോ ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പുതിയ പുതിയ കളക്ഷൻസ് ഇനി വരുമ്പോ കോട്ടണിലോട്ട് തിരിച്ചു. നമുക്ക് കോട്ടൺ നോക്ക്. ഞാൻ എടുക്കാം. കോട്ടൺ, അതും കോട്ടൺ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ള കോട്ടൺ അല്ല. എന്ത് സമ്മർ, ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയില്. പക്ഷെ കോട്ടണിൽ പാർട്ടി വെയറിലാണ് നമുക്ക് അതാണ് കിട്ടാത്തത്. നമ്മൾ മാർക്കറ്റിൽ അന്വേഷിച്ച് നമുക്ക് കോട്ടൺ ചോദിക്കുമ്പോൾ സാധാ നോർമൽ ടൈപ്പാണ്. പക്ഷെ പാർട്ടി വെയറുള്ള കോട്ടൺസ് കിട്ടൽ വളരെ കുറവാണ്. അടിപൊളി കേട്ടോ. കോട്ടൺ ആണ്, കോട്ടണിൽ ഇത്രയും വെറൈറ്റി കിട്ടുമോന്നാണ് ഡൗട്ട് നമുക്ക്. അതെ അതെ, കോട്ടണിൽ തന്നെ നല്ല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ നടുക്കിൽ ക്രോഷ്യ ലേസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. ഫുൾ പ്രിന്റ് ആണ്. അതുപോലെ പാന്റ് ഈ ഒരു പ്രിന്റിലാണ് പാന്റ് വരുന്നത്. ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതാണ് നമ്മളിപ്പോ കാണിച്ചത്. ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. പക്ഷെ ഇതില് കവടി ഉണ്ട്. ഇവിടെ വർക്കിൽ വ്യത്യാസം വരും. കവടി നിരത്താന്നല്ലേ. അത്യാവശ്യം വർക്കും ഉണ്ട്. ഒറിജിനൽ മിറർ ആണ്. ഫുൾ കവടിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ട കേട്ടോ. ഇതാ ഫുൾ ദുപ്പട്ടയിലും നന്നായി പ്രിന്റ് ഒക്കെ പോയിട്ടുണ്ട്. കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഒക്കെ ഒരു ഡിഫറെൻ്റ് ഒരു സ്റ്റൈലിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ. ഇപ്പോൾ ഇത് അങ്ക്രക്ക യോക്കാണെങ്കിൽ ഇനി വരാൻ പോണത് നമുക്ക് വീനെക്കിലാണ് വരുന്നത് കേട്ടോ. ഫ്രഷ് പീസ്, അതിൽ കോൺട്രാസ്റ്റ് ആണ് ദുപ്പട്ടയും. അല്ല, പാൻറ്റാണ് അല്ലേ? ഓക്കെ, ആ ദുപ്പട്ട സെയിം. ഇത് കാണുന്നത് ഫുൾ. അതുപോലെ വീനെക്കാണ്. വീനെക്കിൽ ഇതിൽ ഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരാണെങ്കിൽ ദുപ്പട്ടയിൽ സൈഡിൽ ഫുൾ ഇങ്ങനെ ലേസിന്റെ ഡീറ്റെയിലിങ്സും കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു ടോപ്പിന്റെ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ. സെയിം ഇത് സാധാരണ ദുപ്പട്ട വേറെ തുണിയോട് ചെയ്യാറ്, ഒന്നില്ലെങ്കിൽ ഷിഫോൺ ആണെങ്കിൽ വേറെ. പക്ഷെ ഇതല്ല, സെയിം ആ തുണിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ദുപ്പട്ട. ഇതില് നമുക്ക് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഇത് പ്രിന്റ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. പാറ്റേൺ സെയിം ആയിരിക്കും. ഈ ഒരു പ്രിന്റുകൾ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. പ്രിന്റുകൾ മാറ്റം വരുന്നല്ലേ. പിന്നെ എല്ലാത്തിലും ലൈനിങ് വരുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ദുപ്പട്ട വരുന്നത് ഫുൾ സെയിം ആ ഒരു തുണിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. ഫുൾ സ്റ്റോൺ വർക്കിൽ വരുന്നത്. ഇതിന് തന്നെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതും 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റത്തിൽ വേറൊരു പാച്ച് വർക്ക് നെക്കില്. അത് തന്നെ നമുക്ക് ദാമനിലും വന്നിട്ടുണ്ട് കേട്ടോ. ഈ അടിയില് യോക്കിലും അടിയിലത്തെ ദാമനിലും വരുന്ന വർക്ക് അത് തന്നെ നമുക്ക് ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് കേട്ടോ. സെയിം ഫുൾ സ്റ്റോൺ വർക്കോട് കൂടിയിട്ടാണ് പാൻറ്റിൻ്റെ അടിയിൽ അല്ലേ. സെയിം ആ ഒരു വർക്കോട് കൂടി എന്ന് വെച്ചാൽ വെറൈറ്റികളുണ്ട്. കോട്ടണിൽ തന്നെ ഇത്ര അധികം വെറൈറ്റി എന്നൊക്കെ പറയുമ്പോഴേ ഇത് അതിനേക്കാളും അടിപൊളി ഐറ്റംസ്. ഇതാ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ട ഇത് എല്ലാത്തിലും വിത്ത് ലൈനിങ് ആണ് കേട്ടോ. അതും ലൈനിങ് എന്ന് പറയുമ്പോൾ സാധാ ലൈനിങ് പോളിസ്റ്റർ ഒന്നല്ല, കോട്ടൻ്റെ പ്രീമിയം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. അതുപോലെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ട ഫുൾ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട്. ഇതാ
സ്റ്റോൺ വർക്ക് ഇത് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോകുന്നില്ല, പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ദുപ്പട്ടയിലും ഫുൾ നമുക്ക് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട്. സെയിം ആ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒക്കെ ഒന്നിലൊന്ന് ഇങ്ങനെ മെച്ചമായിട്ടുള്ള. ഇനി കോട്ടൻ്റെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. ഇനി ഡയറക്റ്റ് വരാണെങ്കിൽ കളർ ഓപ്ഷൻസ് അല്ലേ, ഫുൾ സ്റ്റോണിൽ. അതുപോലെ ആ ഒരു നെക്കിൽ കൊടുത്തിരിക്കുന്ന അത് തന്നെ സെയിം ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇത് ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം, വേറെ ചെയ്തിട്ടുള്ളതിൻ്റെ ഒക്കെ അല്ലേ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റാ പേജിൽ. യൂട്യൂബ് ഒന്നുമില്ലല്ലോ, യൂട്യൂബ് ഉണ്ട് നമുക്ക്. ഷോർട്ട് വീഡിയോസ് ആണ്. ഓക്കെ. പിന്നെ അടിപൊളി ഒരു ഷെയ്ഡ്. ഇത് കോട്ടൺ തന്നെയാണോ? കോട്ടൺ തന്നെയാണ്. കോട്ടണിൽ നല്ല കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒക്കെ പ്രീമിയം ക്വാളിറ്റി ആണ് അല്ലേ, മെയിൻ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ കേട്ടോ. കളറും അടിപൊളി. ഇനി നമ്മള് ഭംഗിയായതുകൊണ്ടാണോ ഡ്രസ്സ് ഭംഗിയായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുണ്ട്, എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസിൽ ഇങ്ങോട്ട് വരാണെങ്കിൽ വെഡിങ് വെയറിൽ വരുന്ന, അതായത് ഫുൾ വെഡിങ് വെയറിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ടിഷ്യൂല് വരുന്നുണ്ട് വെഡിങ് കളക്ഷൻസ് വരുന്നത്. ഫുൾ വീവിംഗ് ആണ് കേട്ടോ ഇത് വരുന്നത് ബനാറസിയില്. അടിപൊളി അല്ലേ. അതുപോലെ വർക്ക് നോക്കുകയാണെങ്കിൽ ജെറുസ്കി വർക്ക് വരുന്നുണ്ട്, പേളിന്റെ വർക്ക് വരുന്നുണ്ട്. അങ്ങനെ വർക്ക് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ ചെയ്തിരിക്കുന്നത്. 4 ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ നമുക്ക് മേടിച്ചാലും നഷ്ടം വരുന്നില്ല. ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് നമ്മുടെ റാക്കിൽ വെക്കാനല്ലോ കൗണ്ടറിൽ വെക്കാലോ. അങ്ങനെ പിന്നെ അടിപൊളി ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് അല്ലേ. പാൻറ് വരുന്നത് പാൻറിന്റെ അടിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓ സൂപ്പർ അല്ലേ, അടിപൊളി അല്ലേ. ഫുൾ വർക്ക്. അത് ഷോള് ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഈ ഒരു വർക്ക് ഒക്കെ കാണുമ്പോൾ ഹെവി, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക്, കോഡിങ് വർക്കൊക്കെയാണ് കേട്ടോ. സീക്വൻസ് വർക്ക് എല്ലാം കൂടിയിട്ടായിട്ടുള്ളതാണ്. ഇതിൻ്റെയും കളർ ഓപ്ഷൻസ് ഉണ്ടാവില്ല അല്ലേ. ഇതൊക്കെ പാർട്ടി വെയർ കേട്ടോ. പാർട്ടി വെയർ എത്നിക്കില്, കോട്ടണില് വെറൈറ്റികൾ, കോട്ട് സെറ്റ്, വെസ്റ്റേൺ വെയർ. അത്ര ഹെവി വേണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതും സിമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതും അത്യാവശ്യം പാർട്ടി വെയർ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പണ്ടത്തെ ആൾക്കാരൊക്കെ പണ്ടത്തെ ആൾക്കാർ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ പച്ച, ചുവപ്പ്, മഞ്ഞ, നീല അത് വിട്ടിട്ട് കുറച്ച് ഡിഫറെന്റ് കളേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് നമ്മള് പാർട്ടി വെയറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് ഏജിനും പറ്റുന്നത് നോക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ ഏജിനും പറ്റുന്ന ഒരു മോഡൽ. ഇപ്പോൾ 50+ ആയവർക്കും സുഖമായിട്ട് ഇടാൻ പറ്റും. ചെറിയവർക്കും ഒരു 18+ ഉള്ളവർക്കും നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലും നമ്മൾ എല്ലാതും കൂടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ അടിയിൽ വരുന്നത് സ്റ്റോണിന്റെ വർക്ക് വരുന്നത്. സെയിം ആ ഒരു വർക്ക് നമുക്ക് നെക്കിൻ്റെ പോർഷനിലും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെക്കിൻ്റെ പോർഷനിലും ആ ഒരു സെയിം വർക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഡിഫറെൻറ്റ് വർക്ക് കൂടുതൽ വേണ്ടാവുന്ന സിമ്പിൾ ആൻഡ് സെറ്റ് അങ്ങനെയായിട്ട് വരുന്ന ഒരു കളക്ഷൻ. പിന്നെ അടുത്തതും അതെ, അടുത്തതിൽ ഫുൾ വർക്ക് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഇത് ടോപ്പ് ടു ബോട്ടം വരുന്നത് ഫുൾ യോക്ക് സെപ്പറേറ്റ് ആയിട്ടില്ല, പക്ഷെ ഫുൾ അടി വരെ വർക്ക് വരുന്നുണ്ട്. അതിൽ ബനാറസി ദുപ്പട്ട ചിക്കു ഷെയ്ഡിൽ നല്ല അടിപൊളി ഷെയ്ഡാണ്. എല്ലാത്തിലും ഉണ്ട് 4 ഷെയ്ഡ്. പിന്നെ ഷെയ്ഡ് ഇവിടെ അത് 2 ഷെയ്ഡും കൂടി പോലെയാണ് നമുക്ക് ഡബിൾ ഷെയ്ഡ്. പിന്നെ ഈ ഇപ്പൊ 4 ഷെയ്ഡ് ഉണ്ടെങ്കിലും ഈ 4 ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാറ്റി വെക്കാൻ അങ്ങനെയില്ല. ഒക്കെ നല്ല ഒന്നിലൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡുകളാണ് വരുന്നത് കേട്ടോ. ഒക്കെ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന കളക്ഷനാണ്. ഇത് പാർട്ടി വെയർ ഷിമ്മറിൽ. ഇനി ഇത് ജോർജറ്റാന്ന് തോന്നുന്നു. പ്യുർ ജോർജറ്റിൽ. ഇതിൽ നെക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. നെക്കിന്റെ ഡിസൈൻ കാണണമെങ്കിൽ അത് എടുക്കണം. ഇത് ഫുൾ നെക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. സ്വീക്കൻസ് ഒക്കെ സെറ്റൽ ആയിട്ടുള്ള
പ്യുർ ജോർജറ്റിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. അതിൽ നമുക്ക് ഏത് മെറ്റീരിയൽ ചോദിച്ചാലും ആ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ജോർജറ്റ്, ഷിമ്മർ, മോഡാലുണ്ട്, എല്ലാത്തിലും. ഇനിയിപ്പോൾ പറയണം, ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അതിൻ്റെ 4 കളേഴ്സ് എന്തായാലും ഉണ്ടാവും. അതും ഒക്കെ ഒന്നിലൊന്നും മെച്ചമായിട്ട്. ഷെയ്ഡ്സ് ഒരു ഈ ഷെയ്ഡൊക്കെ ഇതൊക്കെ ഷിമ്മറായിട്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഗോൾഡും ഈ ഇതും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ ഒരു ഗോൾഡും ഗ്രീനും കൂടി മിക്സ് ഡബിൾ ഷെയ്ഡിൽ. ഇതൊക്കെ പാർട്ടി വെയറിൽ വരുന്ന. ഇതിലും കളേഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു പോരെ. ഷിമ്മറിൽ ഇനി അടുത്തൊരു കളക്ഷൻസ് എന്ന് വെച്ചാൽ കണ്ടിരിക്കാൻ തന്നെ രസമുണ്ടല്ല. നമുക്കത് എങ്ങനെയാ ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ടാവും ഞാനൊന്ന് ഇങ്ങോട്ട് വന്നാലോ, ഒന്ന് വന്ന് നോക്കി മേടിച്ചാലോ എന്ന്. അങ്ങനെ ഇതിന്റെയൊക്കെ പാന്റും ലൈനിങ്ങും ആയിട്ടാണ് വരുന്നത്. പ്രീമിയം ആയിട്ട് ഇത് ഇതില് ഉണ്ട് കട്ടിയുള്ളതാണ്. കാലിന് വർക്ക് വരുന്നത് ഇതിന്റെ സിൽക്ക് ടൈപ്പ് ആയിട്ട്. ഷോളില് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോ ഇത് ഗ്രീനും പിങ്കും യെല്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ എത്ര ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്നല്ലേ. ഇതാ ഇതിപ്പോട്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫുൾ ഡിജിറ്റൽ, അതിൽ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള പാറ്റേൺ അടിപൊളി. പിന്നെ കുറെ കാണിക്കാണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഇപ്പൊ തന്നെ ഓൾറെഡി 1 മണിക്കൂറായിട്ടുണ്ടാവും. ചിനോൻ അത്യാവശ്യം നല്ല ഫാബ്രിക് കേട്ടോ, പാർട്ടി വെയറിൽ തന്നെയാ. അതിന് ബനാറസി ദുപ്പട്ടയാണ് ഇതിൽ വരുന്ന. കൂടുതൽ ബനാറസിയാണ് കേട്ടോ. ഇത് ഫുൾ വീവിംഗ്. നമ്മള് ചെയ്യുന്നതല്ല ഇപ്പൊ കാണിച്ചു തന്നൊക്കെ വെഡിങ് വെയറിലാണ്. അതെ അതെ, അല്ലാത്തതുണ്ട് കേട്ടോ, വരുന്നുള്ളൂ. അപ്പൊ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും പിടിച്ചോളാൻ ഇവിടെ. അപ്പൊ വെറൈറ്റി ഉണ്ടെന്ന് പാർട്ടി വെയറില് അല്ലെങ്കിൽ വെഡിങ്ങില്. ഇതൊക്കെ ഹൽദി ആയാലും ഏതൊരു ഫംഗ്ഷനായാലും ഇടാനുള്ള ഐറ്റംസ് ഉണ്ട്. അതേപോലെ ദുപ്പട്ട വരുന്നത് ബനാറസില്. സൂപ്പർ ആയിട്ട് ഒക്കെ ആ പഞ്ചിടയിലൊക്കെ ഒരു വട്ടം വരുള്ളൂ, പിന്നെ വരില്ല. നെക്കില് വർക്ക് ഉണ്ടോ, വീനെക്കാണ് കേട്ടോ. താഴത്തെ പോർഷനിലും വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഫുൾ വീവിങ് ആണ് കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ ബൂട്ട വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. സൈസസ് വരുന്നത് XL, XXL സൈസ് വരെ, ഡബിൾ XL ചിലതിന് മാത്രം ഉണ്ടാവും. അത് എങ്ങനെയാ എന്താന്നുള്ളതൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ പാർട്ടി വെയർ ആയതുകൊണ്ട് ഇതില് യോക്കില് ഇതുപോലെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ക്രേപ്പ് ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. അത് കട്ട് ബീഡ് വർക്ക്, അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ള വർക്ക്. സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ഫുൾ. പിന്നെ അതുപോലെ ദുപ്പട്ടയിൽ ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക്, സ്കാലപ്പിലും വർക്ക് ഉണ്ട് അല്ലേ. സൈഡില് പോക്കറ്റ് ഫ്രീ ആ. നല്ല വർക്ക് ഉണ്ട് പാന്റിന്റെ അടിയിൽ അല്ലേ. എന്നുവെച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് പാർട്ടി ഹെവി വെയർ കളക്ഷൻസ് ആയി. കളേഴ്സും ഒന്നിലൊന്നും മെച്ചം ഉള്ള കളേഴ്സ്. പിന്നെ ഷിമ്മറില് ഫുൾ വർക്ക്, കുറച്ച് ഹെവി വർക്കാണ്. ഇത് കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമല്ലേ. തൊട്ട് ഫീൽ ചെയ്ത് മേടിക്കണമെങ്കിൽ നേരിട്ട് എറണാകുളത്തേക്ക് വന്നേ പറ്റുള്ളൂ. ഓൺലൈനിലൊക്കെ മേടിക്കാട്ടോ, മേടിക്കുന്നോണ്ടൊന്നല്ല. അടിപൊളി അല്ലേ. ഫുൾ അതുപോലെ ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ. കാണുന്നത് മൊത്തം വീവിങ് ആണ് ഈ കാണുന്നത്. ഒന്നും പ്രിന്റ് അല്ല. പിന്നെ ഒന്നിലൊന്നും മെച്ചമായിട്ടുള്ള മെറ്റീരിയൽ ആയാലും ഓരോ പാറ്റേൺ വൈസ് നോക്കായാലും ഫുൾ ഹാൻഡ് വർക്കിൽ വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ഉണ്ട്, വീവിങ്ങിൽ വേണമെങ്കിൽ വീവിങ് ഉണ്ട്. ഇതിലും ബനാറസി ടൈപ്പുള്ള ദുപ്പട്ട ഫുൾ വീവിങ് ആണല്ലേ. അടിപൊളി കേട്ടോ. ഇത് ദുപ്പട്ട ഇല്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിയിലും വർക്ക് വന്നിട്ടുണ്ട്. അടിയിലും സെയിം ആ ഒരു യോക്കിലത്തെ വർക്ക് സെയിം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ദുപ്പട്ടയിലും ഫുൾ വീവിങ് വർക്കാണ്. ഇത് ഹാൻഡ് വർക്ക് ആണെങ്കിൽ ഇതിൽ നമുക്ക് വീവിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്.
കൊടുത്തിരിക്കുന്നത്. അതും കളറൊക്കെ 2-3 ഷെയ്ഡ്സ് ആണ്. ഷെയ്ഡ് വരുന്നുണ്ട്. ആ പിന്നെ ഇതന്നെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ വേറെ കളർ, അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ കളറ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ കളർ. തന്നെ 2 കല്യാണത്തിന് കിട്ടുന്നുള്ള വിഷമം വേണ്ടല്ലോ. 2 കളർ ഒരു സൈഡിൽ നോക്കിയിട്ടാണ് മതി. നിങ്ങൾ ഫംഗ്ഷന് പോകുമ്പോൾ പറയാം, നിങ്ങൾ ഇനി അപ്പുറത്തേക്ക് കൂടെ നോക്കിയാൽ ഇനി അടുത്ത ആളോട് പറയും ഇപ്പുറത്തേക്ക് നോക്കിയാൽ. എന്റെ ദുപ്പട്ട നോക്കും. ദുപ്പട്ട പ്യുവർ അല്ലേ? അടിപൊളി പ്യുവറിൽ വരുന്നതാണ് കേട്ടോ. ഇത് അടിപൊളി പീസാണ്. ഫുള്ളി ആ നടുക്കിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അതും പ്യുവർ ഓർഗൻസയിലാണ്. ഇതിൻ്റെ ദുപ്പട്ട നോക്കി, ദുപ്പട്ടയും പ്യുവർ ഓർഗൻസയിൽ ഫുൾ ഡിജിറ്റൽ വർക്ക് വന്നിട്ടുണ്ട്. പ്രിൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം ഫുൾ പ്രിൻറ്റിൽ വരുന്നതാണ്. അടിപൊളി ഷെയ്ഡുകളാണ്. ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. നല്ല നല്ല ഷെയ്ഡുകളാണ് വരുന്നത്. ഇനി വരുന്നത് ഇതൊക്കെ ഇത് ഇപ്പൊ സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. നമ്മള് വെച്ച് തീരില്ല, അത്രയും തീരില്ല. ഇനിയിപ്പോ കൂടുതൽ കളക്ഷൻസ്, കൂടുതൽ പീസ് വേണമെന്ന് വെച്ചാൽ ഗോഡൌണിൽ നിന്ന് എടുത്ത് തരുന്നതായിരിക്കും. പിക്ചർ അബീബി ബാക്കി ഇത് ടിഷ്യൂല് അതുപോലെ ഡിജിറ്റൽ പ്രിന്റ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വരുന്നത്, ദുപ്പട്ടയിലും ഫുൾ വർക്ക് ഡിജിറ്റൽ പ്രിന്റ്. അത് സെയിം ഇത് തന്നെ യോക്കിൽ തന്നെ അത്യാവശ്യം വർക്ക് ഉണ്ട്. വീനെക്കാണ്, അതുപോലെ കോഡിങ്ങിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്വീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. ഒരു റെയിൻബോ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ കോഡിങ്ങിന്റെ വർക്കായാലും പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മഞ്ഞായിട്ട് അങ്ങനെ ഒന്നുമില്ല, സട്ടലായിട്ട് നല്ല ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ആ ഒരു യോക്കിൽ വന്നിരിക്കുന്ന വർക്ക് കേട്ടോ. ശരി, 4 സൈഡ് ഞാൻ പറയണം. അപ്പൊ എന്തെടുത്താലും അതിലൊരു 4 ഷെയ്ഡ് എന്തായാലും ഡിഫറെന്റ് 2 ടൈപ്പ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരെണ്ണത്തിൽ പറയുമ്പോൾ സൈസ് സെയിം ആയിരിക്കും, ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സൈസ് ഡിഫറെന്റ് ആയിരിക്കും, സെയിം പാറ്റേൺ ആയിരിക്കും. കൂടുതലും സൈസിൽ 4 കളേഴ്സ് ആയിരിക്കും. അങ്ങനെയായിരിക്കും. കോട്ടൺസ് ഒക്കെയാണ് സൈസ് വൈസ് കൂടുതൽ വരുന്നത്. ഓക്കെ, ഇത് വരുമ്പോൾ സിംഗിൾ ഒരു ടോണിലാണ് വരുന്നത്. അതിൽ ഓർഗൻസിൽ അത് ഫുൾ കോഡിങ്ങിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. ഇത് ഫുൾ ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ട് അടിയിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അടിയിൽ വർക്ക്, ഇതിൻ്റെ അടിയിലും ഇങ്ങനെ കോഡിങ്ങിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സെയിം വർക്ക് തന്നെ നമുക്ക് പാൻറ്റിൻ്റെ അടിയിലും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡീറ്റെയിലിംഗ് സിംഗിൾ ടോണിൽ അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെയും ഇഷ്ടം പോലെ കാണിക്കാണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടതൊന്നുമല്ല, 1 മണിക്കൂറുണ്ട്. ഇനിയും കാണിക്കാൻ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഒരു അനാർക്കലി സ്റ്റൈലിൽ ഫീൽ ചെയ്യും നമുക്ക്. പക്ഷേ അനാർക്കലി മോഡൽ കോൺട്രാസ്റ്റ് ആണോ ദുപ്പട്ട വരുന്നത്? അടിപൊളി കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പട്ട, നല്ല സിൽക്കി മെറ്റീരിയൽ, പാർട്ടി വെയർ കോൺസെപ്റ്റ്. പാൻറ്റ് വരുന്നത് സെയിം ആ ഒരു കളറിൽ തന്നെ അടിയിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കോൺട്രാസ്റ്റ് വൈറ്റ് ആൻഡ് മറൂൺ റെഡ്, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ. അടുത്തത് ഇത് വരുന്നത് ഗൗണും ഷോളും. അടുത്തത് 2 പീസ് പാൻറ് ഇല്ല, ഗൗൺ ഷോൾ. ഓക്കെ, ഇത് ഫുൾ ലെങ്ത് ആയിട്ട് ഫ്ലോർ ടച്ചിൽ വരുന്നതാണ് കേട്ടോ ഗൗൺ. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ ദുപ്പട്ട വേണമെന്ന് വെച്ചാൽ ദുപ്പട്ട ബ്ലാക്കിൻ്റെ കൂടെ ഈ ഒരു വർക്കാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. ഹൈനെക്ക് ടൈപ്പ് ആയിട്ടുള്ളത്. പിന്നെ നേരത്തെ കണ്ടത് നമ്മൾ സിൽവർ ആയിരുന്നു. ഇത് ഗോൾഡ് കളറിലാണ് ഇതിന്റെ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അതിന്റെ ദുപ്പട്ട ഇപ്പോൾ 2 പീസിന്റെ കോൺസെപ്റ്റിലാണ് കേട്ടോ. ഒരു സൈസിൽ തന്നെ 4 കളേഴ്സാണ് ഇത് വരുന്നത്. പിന്നെ വരുന്ന അടിപൊളി ഒരു ഹെവി പീസാണ്. നല്ല ഫുൾ നെക്കിൽ നല്ല വർക്ക് വന്നിട്ട് സ്ട്രെയിറ്റ് പാൻറ്റ് അല്ല സ്ട്രെയിറ്റ് ടോപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടിയിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതേ സെയിം വർക്ക് തന്നെ നമുക്ക് ടോപ്പിൻ്റെ നെക്ക് പോർഷനിലും വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന ദുപ്പട്ടയിൽ സൈഡ് പോർഷനിലും നടുക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതിനും കളർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു സിംഗിൾ കളറാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇതിലൊക്കെ ആ ഒരു കളർ വർക്കൊക്കെ വന്നപ്പോഴേ നല്ല ഇങ്ങനെ ഒരു ഷെയ്ഡ് എടുത്ത് കാണിക്കും. ശരിക്കൊക്കെ ബുട്ടിക്ക് കളക്ഷൻ. ഇനി സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. കളക്ഷൻസ് പരമാവധി കൂടുതൽ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വരുന്നത് ടോപ്പ്, ബനാറസി, ദുപ്പട്ട ഫുൾ വീവിങ് ആണ് വരുന്നത്. ഇത് സിമ്പിൾ റോമൻ സിൽക്കിൽ അത് പ്യുവർ ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ് ഐറ്റംസ് എന്ന് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ബനാറസിൽ തന്നെ വരുന്ന റോമൻ സിൽക്കിൽ വരുന്നത് ദുപ്പട്ട കേട്ടോ. ഇതാ
കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളക്ഷനാണ് കേട്ടോ. കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഉണ്ട്, ഇനിയിപ്പോൾ സെൽഫായിട്ട് വേണമെങ്കിൽ സെൽഫായിട്ടുള്ളത് വരുന്നുണ്ട്. കളക്ഷൻസിന് ഒരു കുറവുമില്ല, അപ്ഡേറ്റ് വീക്കിലി ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കൊടുത്ത നമ്പർ സേവ് ചെയ്ത് വെച്ചോ, അനീര ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കളക്ഷൻസ് പുതിയ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇടും, അതൊക്കെ നോക്കിക്കോളൂ. വർക്ക് കണ്ടോ, യോക്കിൽ ഫുൾ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഫുൾ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. വെറൈറ്റികൾക്ക് കുറവില്ല. ഷെയ്ഡ് ഇത് ഷിമ്മറിൽ ഫുൾ വർക്കാണ് കേട്ടോ. ഹാൻഡ് വർക്ക്, സെറോസ്കി വർക്ക്, ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ. അതുപോലെ തന്നെ ദുപ്പട്ട വരികയാണെങ്കിൽ നമുക്ക് ത്രെഡ് വർക്കിലാണ് കേട്ടോ വരുന്നത്. സൈഡിൽ ഓർഗൻസ മെറ്റീരിയൽ വർക്ക് ഉണ്ട് കേട്ടോ ഇതിൽ. പാൻറ്റിൻ്റെ എൻ്റെ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട് അല്ലേ. കളേഴ്സും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയ്യിൽ കിട്ടുന്ന കുറച്ച് കളേഴ്സാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം, ഇത് എറണാകുളത്താണ്. എറണാകുളത്ത് ഗോപാലപ്രഭു റൂട്ടിലാണ്. നമുക്ക് അനീര ഹോൾസെയിലേഴ്സാണ് കടയുടെ പേര് വരുന്നത്. ഹോൾസെയിലിൽ ഡീൽ ചെയ്യുന്നത്. പാകിസ്ഥാനിയും ഉണ്ട്. ഇതാ ഇനിയിപ്പോൾ എത്നിക്ക് വേണ്ട, നമുക്ക് പാകിസ്ഥാനി സ്റ്റൈലിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും വെറൈറ്റീസ് ഉണ്ട്. ഈ കാണുന്നത് പ്രിൻറ്റും ത്രെഡ് വർക്കും പിന്നെ ഒറിജിനൽ മിറർ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ. ടിഷ്യൂ സിൽക്കിൽ അല്ലേ. ഓക്കെ, ഇതാ പാകിസ്ഥാനി മോഡലും ഉണ്ട്, എത്നിക്ക് ഉണ്ട്. എന്തൊക്കെ വെറൈറ്റികളാണ്. ഹെവി വർക്കിൽ ദുപ്പട്ട വരുന്നത് ഫുൾ വലിയ വലിയ പ്രിന്റിൽ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് യോക്കിൽ ഫുൾ അടി വരെ ഫുൾ വർക്കാണ്. അതുപോലെ തന്നെ സ്ലീവിലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ വർക്കാണ് കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത് നമുക്ക് ഫുൾ വലിയ വലിയ സോഫ്റ്റ് സാരിയൊക്കെ ഇതിനൊക്കെ കിട്ടുമ്പോഴില്ലേ നല്ല. പക്ഷെ സാരി ഇവിടെ കിട്ടില്ല, അതാണ് ആ മെറ്റീരിയലൊക്കെ. സാരിയൊക്കെ നല്ല ഇങ്ങനെ ഒഴുകി എടുക്കും. ഇത് ഒരു വെറൈറ്റി പീസാണ്. ഫുൾ വർക്കിൽ തന്നെ അല്ലേ. ഫുൾ വർക്കിൽ ഇതിന്റെ ഷെയ്ഡ് ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ. അതിങ്ങനെ കയ്യിൽ തരുമ്പില്ലേ ആ ഫീലിംഗ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നേരിട്ട് വരുമ്പോൾ അതിനേക്കാളും നല്ല അടിപൊളി ഫീലിംഗ് ആയിരിക്കും. ഇതും വരുന്നത് നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക് ത്രെഡ് വർക്കാണ് കേട്ടോ. ഈ കാണുന്നത് ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത്. ഫുൾ അടി വരെ വർക്ക് വന്നിട്ടുണ്ട്. സ്റ്റോണിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റോണിൻ്റെ വർക്ക്. അങ്ങനെ വെറൈറ്റികൾ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റികൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. പാകിസ്ഥാനി സ്റ്റൈലിലും വരുന്നുണ്ട്. ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഇറക്കിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് അത് അവരനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ മേടിക്കാൻ റെഡി ആയാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മാസം കഴിഞ്ഞിട്ട് ചോദിച്ച കിട്ടില്ല. 1 വീക്കിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ എന്താണ് പുതിയ വെറൈറ്റി അങ്ങനെ വിളിച്ച് ചോദിക്കുക അല്ലേ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട കണ്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള വരുന്ന എല്ലാ തരം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഏതൊക്കെ പ്രീമിയം ക്വാളിറ്റി ഉണ്ടോ ആ മെറ്റീരിയൽ എല്ലാം അത് ഇവിടെ അവൈലബിൾ ആണ്. ഇനി വരുന്ന കളക്ഷൻ ഹെവി ആയിട്ടുള്ള ഓക്കെ. അതിൽ ദുപ്പട്ട വരുന്നത് ഇതായിരിക്കും അല്ലേ. ഇതും സോഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വാൾഡ്രോപ്പിലൊക്കെ ഈ ഒരു ചുരിദാർ കയറ്റുന്നതിന് പകരം ഇപ്പോൾ ഒരു 5 എണ്ണം കയറ്റാം. അത്രയും സോഫ്റ്റ് ഭയങ്കര ഇത് ഫുള്ള് ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ സോഫ്റ്റ്. ആദ്യത്തൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെ ഭയങ്കര ഹെവി പീസ് ആയിരിക്കും. അതൊക്കെ ഒന്ന് ഒരെണ്ണം വെക്കാൻ പറ്റുള്ളൂ. ഇത് അതിന് പകരം നമുക്ക് 5 എണ്ണം കയറ്റാം. അത്രയും സോഫ്റ്റ് മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇത് വരുന്നത് നമുക്ക് ദുപ്പട്ട സെയിം ടോൺ ടു ടോണിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. തിരിഞ്ഞു പോയി ഇപ്പൊ ശരിയായി. താഴെ വർക്ക് ഉണ്ട് കേട്ടോ. താഴെ വർക്ക് ഈ പോർഷനിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ. പിന്നെ വരുന്ന പാകിസ്ഥാനിൽ കുറെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. സോഫ്റ്റ് മെറ്റീരിയൽ. സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. ഇതിങ്ങനെ ഫുൾ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. കണ്ടോ ഫുൾ പ്രിൻറ്റിൽ. അതുപോലെ തന്നെ യോക്കിൽ ഫുൾ സറോസ്കി വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഫ്രഞ്ച് നോട്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് നമുക്ക് വരുന്ന വർക്ക്. പിന്നെ മസ്ലിൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പാകിസ്ഥാനി ആയിരുന്നു. ഇനി കാണിക്കാൻ പോണത് മസ്ലിനിൽ യോക്കിൽ വർക്ക്. അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഫുൾ ഒരു 2 ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ്. ഇതാ
ഡബിൾ ഷെയ്ഡ് ഒരു ഗ്രീൻ ഇതൊക്കെ ആയിട്ട് പിന്നെ ഫുൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കുർത്തി അല്ല ഇത് ഇതൊരു അതെ അതെ ഇവിടെ ഒരു ഇവിടെ ഒരു കട്ടായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് കുർത്തി പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇവിടുന്ന് നമുക്ക് ഒരു സ്റ്റിച്ചിങ് വേറെ പോകണ്ട. അപ്പോൾ കുറച്ച് ഫ്രിൽ ടൈപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു ഡിഫറെൻ്റ് ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള അത് ഇപ്പോൾ പുതിയതായിട്ടുള്ളത് കണ്ടിട്ടാണ് കേട്ടോ. വേറെ കടയിലൊന്നും ഇല്ല കേട്ടോ. അത് ഇവിടെ മാത്രമേ ഉള്ളൂ ആ നീലയിൽ. ഇനി വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. അതിൽ യെല്ലോ മിററാണ് ഒറിജിനൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതും ഒരു പാർട്ടി വെയറിൽ തന്നെ കേട്ടോ. ഒക്കെയും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒന്നിലൊന്ന് മെച്ചെന്ന് പറയാം. അത്രയും പ്രീമിയം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രീമിയം രീതിയിൽ ചിന്തിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതേ പറയാം. ഷെയ്ഡ്സ് വരുന്നത് ഇതിന്റെ കളർ ഓപ്പൺ ചെയ്യുന്നില്ല. ഓക്കെ ഇതാ ഇതിന്റെ കളർ ഓപ്ഷൻസ് ഇതാ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. അതുപോലെ പ്രിന്റുകളും വേറെ വരും. ഒക്കെ ഒറിജിനൽ മിററിലാണ് വരുന്നത്. ഇതാ ഇതൊക്കെ അതിന്റെ വെറൈറ്റീസ്. ഇതിന്റെ കളർ ഷെയ്ഡ്സ് ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സുകളാണ്. ഇതൊക്കെ നല്ല നല്ല വർക്ക് ഉണ്ടോ. ഫുൾ ഒറിജിനൽ ഹാൻഡ് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്ക് കണ്ടോ അടിപൊളി കേട്ടോ. ഒന്നിലൊന്നും മെച്ചെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലിനൻ്റെ ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 പീസ് ആണെങ്കിൽ ഇതിൽ വേറെയും വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെ ലിനനിൽ വരുന്നത് പ്യുവർ ലിനനാണ്. അതെടുത്ത് പറയണം പ്യുവർ ലിനനിൽ. കളർ കണ്ടോ അടിപൊളി. അത് ഫുൾ ഇത് പ്രിന്റ് അല്ല പ്രിന്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ കാണുമ്പോഴേ ശരിക്കും ഒറിജിനൽ ആ ഒരു കാന്ത വർക്ക് ചെയ്ത ഒരു ഫീല്. പക്ഷെ പ്രിന്റ് ആണ്. യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട്. അതേ വർക്ക് ലേസിന്റെ വർക്ക് നമുക്ക് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഫുൾ ഒറിജിനൽ ലിനനിൽ വരുന്ന 3 പീസ് കളക്ഷൻ ആണ്. ഇതും ലിനൻ ടൈപ്പിൽ തന്നെയാണ്. നെക്കില് കുറച്ച് വർക്ക് കളറും അടിപൊളി ലിനനിൽ കേട്ടോ. ലിനനിൽ അതുപോലെ തന്നെ ക്രോഷ്യ ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ്. നമുക്ക് ദുപ്പട്ട ഫുൾ പോയിരിക്കുന്നത്. സൈഡിൽ മൊത്തം ഫുൾ പ്രിന്റ് ആണ്. നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലേ. പിന്നെ വിത്ത് ലൈനിങ് ആണ്. ഇത് അതിന്റെ തന്നെ കളർ ഷോള് വ്യത്യാസമുണ്ട്. അതെന്തായാലും ഓപ്പൺ ചെയ്യാം അല്ലേ. ഇതാ ക്രോഷ്യ ലേസ് ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ടയുടെ സൈഡ് ഫുൾ താഴെയാണ് പ്രിന്റ് വരുന്നത്. പ്രിന്റ് അതുപോലെ നെക്കിന്റെ പോർഷനിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട്. നല്ല പ്യുവർ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ലിനൻ്റെ വരുന്ന കളക്ഷൻസ് പ്യുവർ ജോർജറ്റിൽ വരുന്നുണ്ട്. പ്യുവർ ലിനനില് മോഡലില് അങ്ങനെ. പിന്നെ ചിനോൺ ഫാബ്രിക് ഉണ്ട്. പിന്നെ ഇതൊക്കെ റോമൻ സിൽക്ക് ഉണ്ട്. വരുന്നുണ്ട്. ഇത് പാന്റിലും ഫുൾ പ്രിന്റ്. അത് പാന്റ് പലാസോ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. അല്ല സാധാ പാന്റ് ചിനോണില്. അതില് ദുപ്പട്ട ദുപ്പട്ട സിമ്പിളാണ് കാണുമ്പോൾ. പക്ഷെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് നമുക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇതിൽ തന്നെ അതിന്റെ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഷെയ്ഡ്സും വരുന്നുണ്ട്. അതിൻ്റെ ഇതിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ളത് കേട്ടോ. അടിപൊളി കേട്ടോ. ഒന്നിലൊന്ന് ഇത് കാണുമ്പോൾ നമുക്ക് താഴെയാണ് വർക്ക് വരുന്നത്. പക്ഷെ ഈ ഒരു തുണി നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വർക്കുകൾ ഇതിൽ തന്നെ പ്ലെയിൻ അല്ല, അതിൽ തന്നെ വർക്കുകളും വരുന്നുണ്ട്. അപ്പോൾ മോഡല് നോക്കിയല്ലോ. മോഡലില് അപ്പോൾ എത്ര തരം മെറ്റീരിയൽസ് ഇവിടെ ഉള്ള ഒക്കെയും വെറൈറ്റികൾ. അതെ ദുപ്പട്ട പ്യുവർ മോഡലിൽ വരുന്ന 3 പീസിന്റെ കളക്ഷൻ ആണ്. അതിൽ ദുപ്പട്ട വരുന്നത് ഫുൾ ഇങ്ങനെ പ്രിന്റ് ആയിട്ട് കേട്ടോ. ഇങ്ങനെ പ്രിന്റ്. പിന്നെ യോക്കിലും നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. സിൽവറിന്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഫുൾ നമ്മൾ നോർമലി കാണുന്നത് ഗോൾഡിന്റെ ഒക്കെ അല്ലേ. അപ്പൊ ഇതിന്റെ പാന്റിലും എൻഡില് വർക്ക് വന്നിട്ടുണ്ട്. ഒരു പോംപോമിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള പാന്റ് ആണ് കേട്ടോ. അത് മോഡലിൽ അതിന്റെ കളർ ഷെയ്ഡ്സ്. ഇതിലിപ്പോ ഒരു 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഒരെണ്ണം ഗ്രീൻ ഉണ്ട്, ഇത് ബ്രൗൺ ഷെയ്ഡ്, മറൂൺ ഉണ്ട്. മെറൂൺ ഉണ്ട്, ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ ഈ പിടിച്ചിരിക്കുന്ന എക്സെല് 4 കളർ കേട്ടോ. പിന്നെ ഈ ഒരു ഷെയ്ഡ്, അങ്ങനെ 4 ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. പ്യുവർ മോഡലില് ഡബിൾ എക്സൽ. ഇതും ഒരു പാർട്ടി വെയർ. ഉപ്പട സിൽക്ക്. ഇതാ
ദുപ്പട്ടയിൽ സ്കാലപ്പിൽ ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട്, അതുപോലെ യോക്കിലും അത്യാവശ്യം വർക്ക് ഉണ്ട്. അത് കൂടാണ്ട് സ്ലീവ് നോക്കിയ ഹെവി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്ന വർക്ക്. ദുപ്പട്ട സെയിം ടോൺ ടു ടോൺ കളറിൽ തന്നെ സൈഡിൽ സ്കാലപ്പിൽ ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലും ഷെയ്ഡുകളുണ്ട് കേട്ടോ. ഷെയ്ഡുകൾ ഇഷ്ടം പോലെ. ഇത് അടിപൊളി ഷെയ്ഡാണല്ലോ, ഒരു ഇംഗ്ലീഷ് കളർ അല്ലേ? അതെ, ഇംഗ്ലീഷ് കളറിൽ അതിൽ ഫുൾ അടിയിൽ വർക്ക് വന്നിട്ടുണ്ട്. സ്റ്റോണും ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് കൂടാണ്ട് ദുപ്പട്ട ഫുൾ ചിനോണിൽ ഫുൾ വർക്ക് അല്ലേ? ചിനോണിൽ ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. രണ്ട് സൈഡിലും നടുക്കിൽ എല്ലാത്തിലും ഇങ്ങനെ വർക്ക്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ തന്നെ വേറൊരു ടൈപ്പാണിത്. ഫുൾ ഹെവി അത്യാവശ്യം വർക്ക് പോയിട്ടുണ്ട് അല്ലേ? സീക്വൻസ് വർക്കാണ് വരുന്നത്. ഇതിൽ ത്രെഡ് വർക്കും സീക്വൻസ് നേരത്തെ കണ്ടത് നമ്മള് സ്റ്റോണിലായിരുന്നു. ഇത് ഫുൾ സീക്വൻസിൽ അടിയിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഷോൾ വരുന്നത് അങ്ങനെ തന്നെ, ഷോളിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കോട്ടണിലാണോ ഈ ഇരിക്കുന്നത് മൊത്തം? ക്യാപ്സൂൾ റയോൺ ഉണ്ട്. ഇതെല്ലാം വരുന്നത് ക്യാപ്സൂൾ റയോണിലാണ് വരുന്നത്. ഈ സൈഡിൽ അല്ലേ? ഇത് ക്യാപ്സൂൾ റയോണിൽ വരുന്ന ഐറ്റംസ് ആയിട്ടില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. ഓക്കെ, അതും പ്രീമിയം ആണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും പ്രീമിയം. ഇത് 3 പീസിന്റെ ആണോ വരുന്നത്? ഇതെല്ലാം 3 പീസ് തന്നെയാണ് വരുന്നത്. 2 പീസും ഉണ്ട്. സിംഗിൾ കുർത്തി ആയിട്ട് കിട്ടും ഇവിടെ? കുർത്തി മാത്രമായിട്ട്? ഇത് നമ്മൾ കൂടുതൽ പ്രീമിയം ആയിട്ടാണ് വെക്കുന്നത്. അപ്പൊ ഇത് ദുപ്പട്ടയിലും ഇതുപോലെ ഫുൾ വർക്ക് ക്യാപ്സൂൾ റയോണിൽ വരുന്നത്. ക്യാപ്സൂൾ റയോണിൽ അല്ലേ? ഇതാ അത്യാവശ്യം വർക്ക് ഉണ്ട്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് കോട്ടൺ ഇടുമ്പോൾ കിട്ടുന്ന കംഫർട്ട് തന്നെയാണ് ഈ ക്യാപ്സൂൾ റയോൺ കിട്ടണത്. പിന്നെ നമ്മൾ എപ്പോഴും മോഡലിംഗ് ആയിട്ട് ഓരോന്ന് ഇടുമ്പോ ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരാളാണ് എടുത്ത് പറയുന്നത്. ഞാനിപ്പോ കോട്ടൺ ചോദിക്കുന്നവർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കോട്ടൺ വിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഇതിലും ദുപ്പട്ട അടക്കാൻ വരുന്നത്. എന്താ കളേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെ പിന്നെ എപ്പോഴും മാറി മാറി നിൽക്കൂലോ. ഇന്ന് കണ്ടതാവില്ല നാളെ. ഇതിന്റെ ഷെയ്ഡുകൾ കേട്ടോ. ഇതൊക്കെ വരുന്നത് 2 പീസ് വരുന്നത്. നമുക്ക് 2 പീസ് സെറ്റ്, 2 പീസിൽ സിമ്പിൾ ആയിട്ട് ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സിമ്പിൾ ആയിട്ട് വീനെക്കിൽ വരുന്നത് കേട്ടോ. ഇതൊക്കെ 2 പീസില് ലോങ് സ്ലീവ്. ഇത് ചിനോണിൽ വരുന്ന 2 പീസ് സെറ്റ്. ഇനിയിപ്പോ 3 പീസ് ചുരിദാറായിട്ട് വേണ്ട, ചിനോണിൽ വേണ്ട എന്നുള്ളവർക്ക് 2 പീസ് സെറ്റും യൂസ് ചെയ്യാം. അതും ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ പട്ടേര സ്ലീവിന് ഒരു ഇതുണ്ട്, ഒരു പട്ടേര ഡീറ്റെയിലിംഗ് ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാം. കോട്ട് സെറ്റ് 2 പീസ് എങ്ങനെയാണെങ്കിലും പക്ഷെ ഇടുമ്പോ ഒരു കംഫർട്ടബിൾ ഫീൽ നമുക്ക് എന്തായാലും 2 പീസിൽ വരുന്ന. അതും ഒറിജിനൽ മിറേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ അടുത്ത നമുക്ക് ഇതിൽ തന്നെ വരുന്നത് ഇത് 2 പീസിൽ തന്നെ അല്ലേ? എല്ലാം 2 പീസ്. പ്രിന്റുകളൊക്കെ മാറി മാറി നിൽക്കുന്നു അല്ലേ? അടിപൊളി ബ്ലാക്കിൽ വരുന്ന കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര കാണിച്ചാലും മതിയാവില്ല. പക്ഷെ എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക് കാണിക്കാം. അപ്പം നേരിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളത്ത് നമുക്ക് ഗോപാല പ്രഭു റോട്ടിലാണ് ഈ ഒരു അനീര ഹോൾസെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഈ താഴത്ത് കുറച്ച് സംഭവങ്ങൾ കണ്ടല്ലോ. അത് ആസിഫെ കമോൺ വരൂ, ടോപ്സ് കാണിക്കൂ. വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്സ് മാത്രം കിട്ടും അല്ലേ? ഈ ഷർട്ട് ഒന്നും നമുക്ക് കൊറിയൻ പാൻസിനെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഷർട്ട്സ്. ആ ഒരു ടൈപ്പ് ഫാബ്രിക്കിലാണ് വരുന്നത്. അതും ആ ഒരു ബട്ടണും നല്ല അടിപൊളി സ്റ്റൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെങ്ങനെയാ സൈസസ് ഒക്കെ വരുന്നത്? എല്ലില് 4 കളർ. ഓക്കെ. പിന്നെ കുറെ ടോപ്സ് വെസ്റ്റേൺ ടോപ്സിൽ വരുന്നുണ്ട് കേട്ടോ. അതാ ഇതൊക്കെ നമ്മൾ ഓടിപ്പിച്ച് കാണിക്കണുള്ളൂ. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ഐറ്റംസ് ആണ് വരുന്നത്. ഒക്കെ നല്ല നല്ല വെറൈറ്റി ഉള്ളത്. ഇതിലും സൈസസ് വിളിച്ച് ചോദിക്കുക, എങ്ങനെയാണ് ഡീലിങ് കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുക. ഒരുപാടുണ്ട്. നമ്മൾ കാണിച്ചാലും മതിയാവില്ല, അത്ര അധികം കളക്ഷൻസ് ഉണ്ട്. ഷോപ്പിൻ്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ വരുന്നത്? ഷോപ്പ് നമുക്ക് 9 തൊട്ടിട്ട് 8 മണി വരെ ഉണ്ട്.
സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ? ഇതൊക്കെ 4 കളേഴ്സ് വരുന്നുണ്ട്. 4 കളേഴ്സ് ഇങ്ങനെ സെയിം സൈസിൽ. സെയിം സൈസ്. ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? പിന്നെ സമയം 9 മണി മുതൽ 8 മണി വരെ. 8 മണി വരെ. സൺഡേ ഹോളിഡേ സൺഡേ ഇല്ല. ബാക്കിയുള്ള സമയത്ത് സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ ഫെസ്റ്റിവൽ സമയത്ത് എന്തായാലും തുറക്കും. ഇപ്പോൾ സ്കൂളിലെ ഓണ, വിഷു, ക്രിസ്മസ് അങ്ങനെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ സൺഡേ ഉണ്ട്. ഇനി ഇല്ലെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ദൂരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ. ദൂരത്തുള്ളവർക്കും നമ്മള് കൊറിയർ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു പ്രാവശ്യം വന്ന് അവർക്ക് ഓക്കെ വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഇപ്പോൾ അർജന്റായിട്ട് ഇപ്പം നമ്മുടെ ഐറ്റംസ് തീർന്നു പോണക്കാലം മുന്നേ അവർക്ക് വരാൻ പറ്റില്ല എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം വിളിച്ച് പറഞ്ഞ് നമ്മൾ വേഗം കൊറിയർ ചെയ്ത് ഒരു പേടി വേണ്ട. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വീണ്ടും പറയാണ്, അനീര ഒരു കോംപ്രമൈസും ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കടയിൽ വന്ന് ഫീൽ ചെയ്തിട്ട് ഒരു തവണ നിങ്ങളൊന്ന് വന്നു നോക്കൂ. പിന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയൂല എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ രണ്ടാം വട്ടം നിങ്ങൾ ഓൺലൈനിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മൾ ആ ഒരു ഇതിൽ നിൽക്കുന്നിടത്ത് തന്നെയാണ് നമുക്ക് എൻക്വയറീസ് വരുന്നതും. ഇപ്പം നമ്മുടെ അടുത്ത് വെസ്റ്റേൺസ് നിങ്ങൾക്ക് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്ത് കൊടുത്തത്. ആദ്യം എത്നിക് മാത്രമായിരുന്നു, ഇപ്പൊ പുതിയതായിട്ട് പറയാം. അതും വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും വെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ അതിലൊരു ക്വാളിറ്റി നമ്മൾ നോക്കി ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും നമുക്ക് എന്നും വേണം. അതെ, എപ്പോഴും ഈ കട ഇവിടെ നിലനിന്ന് പോകണമെങ്കിൽ ക്വാളിറ്റി കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റി കൊടുക്കുന്ന കടയാണ് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ നേരിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇവർ രണ്ടുപേരും ഇത്രയും നല്ല നല്ല കളക്ഷൻസ് കാണിച്ചത് പ്രത്യേകിച്ച് ചേട്ടന് താങ്ക് യു. ഇത് പിന്നെ നമ്മുടെ കുട്ടിയായി, അപ്പോൾ താങ്ക് യു ഒന്നും വേണ്ട. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.